ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ യോഗ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. ഇന്ന് തിയറിയാണ്, ഒരു ദിവസത്തെ ഫൈനൽ ഡേ തിയറി ക്ലാസ്സാണ്. തിയറി എന്ന് പറയുന്നത് യോഗയെക്കുറിച്ചുള്ള, യോഗ ചെയ്താൽ നമുക്ക് മെൻ്റലി ഫിസിക്കലി എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ക്ലാസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കിച്ചണിൽ ഫോൺ ചാരി വെച്ചിട്ട് വേണമെങ്കിലും ഇതെന്ത് ചെയ്യാം, കേൾക്കാം. ഇടയ്ക്ക് ബ്രേക്ക് വല്ലതും വരുവാണെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട, ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കാനും പറ്റും. ഓക്കെ, നമ്മൾ യോഗ എന്താണ് യോഗ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണ് ഐഡിയ? യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പേരുടെയൊക്കെ വിചാരിക്കുന്നത് എന്താണ്, യോഗ എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കുറയ്ക്കണം, വയറ് കുറയ്ക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ യോഗയെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് മനസ്സും ശരീരവും കൂടിച്ചേരുന്ന അവസ്ഥയാണ്. നമ്മുടെ മനസ്സും ശരീരവും കൂടിച്ചേരുന്ന അവസ്ഥ. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അതാരാണ്? നമ്മുടെ മനസ്സാണല്ലേ. നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? നമ്മുടെ മനസ്സാണ്, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാണ് അങ്ങോട്ട് നോക്കരുത് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇരിക്കുവാണ്, നിങ്ങളിനി അങ്ങോട്ട് നോക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുക? മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക അതെന്താണോ എന്തോ, അല്ലേ? അവിടെ എന്താണോ എന്തോ എന്നിങ്ങനെ നമുക്കത് കാണാനും അതെന്താണെന്ന് അറിയാനോ ഉള്ളൊരാഗ്രഹം ഇങ്ങനെ അതുവരെ ഇല്ലായിരിക്കും. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായിരിക്കും, മനസ്സിലിങ്ങനെ തോന്നും. ഇപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ സമയത്ത് കണ്ണടച്ചിട്ട് ബ്രീത്തിൽ, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുവരെ ചിലപ്പോൾ ഒന്നും ചിന്തിക്കൂല. ഞാൻ പറയുമ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയുന്ന കാര്യം ആര് കേൾക്കുന്നില്ല? നമ്മുടെ മനസ്സ് കേൾക്കുന്നില്ല. യോഗയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് തുടക്കത്തിൽ നമുക്ക് പല ചിന്തകൾ വരും. ഇതിലോട്ട് വന്നൊന്ന് ഓക്കെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തതിലൂടെ നമുക്ക് കിട്ടുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടാകുന്നത്. ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടുക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യം, ഉറക്കമില്ലായ്മ, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് ഉള്ളിൽ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമുക്ക് ദേഷ്യപ്പെടേണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദേഷ്യം പൂർണ്ണമായിട്ട് മാറണമെന്നല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തരണം ചെയ്യാനായിട്ട് യോഗയിലൂടെ പറ്റും. മനസ്സും ശരീരവും തമ്മിലൂടെ കൂടിച്ചേരുന്നത്. ഇങ്ങനെ നമ്മളെ മനസ്സിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് യോഗയൊക്കെ ചെയ്ത് ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ കൂടും. നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത്, നമ്മൾ യോഗയിൽ ഓരോ പോസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മനസ്സിനെയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും, കാലെങ്ങനെ ഉയർത്തി അങ്ങനെ നിൽക്കാൻ പറ്റും, ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളറിയാതെ എവിടെയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്? നമ്മളെ ബ്രീത്തും കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. നമ്മളറിയുന്നില്ല ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കൈയും കാലും എങ്ങനെ പൊക്കി നിൽക്കാമെന്ന് പഠിപ്പിക്കുന്ന ആൾ പറയുന്നത് നമ്മൾ കേട്ട് പഠിക്കുന്നു. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പം നമ്മുടെ മൈൻഡ് എന്താവും? നമ്മൾ ബ്രീത്തിലൂടെ നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത്. യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് പറ്റും. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? നല്ലൊരു ശരീരമുള്ളൂ, അല്ലേ? ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു നമ്മുടെയൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള മനസ്സാണ്. അതായത് എപ്പോഴും സന്തോഷമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ളൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ശരീരത്തിന് ശ്രദ്ധിക്കും, സൂക്ഷിക്കും, നന്നായിട്ട് നടക്കും, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിൽ ഇനി എന്തിന് ജീവിക്കണം, ഒരു ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ തന്നെ എന്ത് ചെയ്യുക? തിരിഞ്ഞു പോലും നോക്കൂലല്ലേ? നമ്മളങ്ങ് ജീവിച്ച് പോകും, അത്രയേ ഉള്ളൂ. അപ്പം നല്ലൊരു മനസ്സുണ്ടാവണം ആദ്യം. നല്ലൊരു ശരീരമല്ല ഉണ്ടാവേണ്ടത്, നല്ലൊരു മനസ്സ്. ആ നല്ലൊരു മനസ്സിന് അവിടെ ഇരിക്കണമെങ്കിൽ നല്ലൊരു ശരീരം ഉണ്ടാവണം. നല്ലൊരു ശരീരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളെ ശരീരം കൂടെ നമ്മൾ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുടങ്ങും. യോഗ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പുതിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല, ഞാൻ ജനിച്ചതേ ഒരു ഉപയോഗമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് തന്നെ കുറ്റം പറയുമല്ലേ, ഒരു ഉപയോഗമില്ല എന്ന്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, എനിക്ക് എന്തെല്ലാം പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക രീതിയിലോട്ടൊരു മാറ്റം, സെൽഫ് ലവ് ഉണ്ടാവും. നമ്മളെ തന്നെ സ്നേഹിക്കുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യും? ഒരു മാറ്റം ഉണ്ടാവും.
ഓക്കെ, അത് നമുക്ക് യോഗയെക്കുറിച്ച് പറയേണ്ടത്. യോഗയെക്കുറിച്ച് ആത്മീയമായിട്ട് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നത് യോഗയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ നോർമലി വീട്ടമ്മമാരാണ് വരുന്നത് ക്ലാസ്സിൽ. വരുന്ന വീട്ടമ്മമാർക്ക് മാനസികവും ശാരീരികമായുള്ളൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക, അതിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ യോഗ പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ 2 തരം ആൾക്കാരാണ് യോഗ ചെയ്യുന്നത്. എത്ര തരം ആൾക്കാരാണ് യോഗ ചെയ്യുന്നത്? 2 തരം ആൾക്കാരാണ് യോഗ ചെയ്യുന്നത്. ഒന്ന് ആരോഗ്യമുള്ളവർ, ഒന്ന് ആരോഗ്യമില്ലാത്തവർ. അറിയാമല്ലോ, ഒരാരോഗ്യ പ്രശ്നമില്ലാത്തവർ യോഗ ചെയ്യും, ആരോഗ്യ പ്രശ്നമുള്ളവർ ആരോഗ്യ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യും. ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ യോഗ ചെയ്യുന്നത് ചിലർ ഇഷ്ടം കൊണ്ടായിരിക്കും, ചിലർ ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്യുന്നതായിരിക്കും. പിന്നെ 2 രീതിയിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? യോഗ ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള ആൾക്കാർ യോഗ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ഒരു വ്യക്തി, നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് യോഗ ചെയ്യാം. എങ്ങനെ യോഗ ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് യോഗമാണ് ചെയ്യുക. ഇഷ്ടമുള്ള യോഗ എന്ന് പറയുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കുനിയുന്നതോ നിവരുന്നതോ കമിഴ്ന്ന് കിടന്നോ ഉള്ള എല്ലാ പോസ്റ്ററും ചെയ്യാം. പ്രത്യേകിച്ചൊന്നും എന്തില്ല, അങ്ങനെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇന്നത് തന്നെ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം. ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതും അല്ലാത്തതും കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതുമെല്ലാം ചെയ്യാം. ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് എന്തില്ല, ഒരു പ്രശ്നമില്ല, നോർമൽ ക്ലാസ്സിലോട്ട് വന്ന് എല്ലാം ചെയ്യാം. പക്ഷേ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ആരോഗ്യ പ്രശ്നം? ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് നോർമലി ഉണ്ടാകുന്ന നടുവേദന, മുട്ടുവേദന, ഇപ്പോൾ ഷോൾഡർ പെയിൻ, ഇതൊന്നും ഒരു അസുഖമല്ല. അതൊക്കെ നമുക്ക് യോഗയിലൂടെ മാറ്റാൻ പറ്റുന്നതാണ്. നോർമലി ഉണ്ടാകുന്ന അസുഖം ചെറിയ രീതിയിലൊക്കെ ഉള്ള ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ നമുക്ക് കൂടുതലായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നടുവേദന എന്ന് പറയുന്നത് സാധാരണ നോർമലി ഉള്ള നടുവേദന, ചില ആൾക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നടുവേദന, അങ്ങനെയൊക്കെ ഉണ്ട്. ആ നടുവേദന കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് യോഗ ചെയ്യുമ്പോൾ തന്നെ മാറിക്കോളും. ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടൽ തേയ്മാനം, നടുവൊക്കെ രണ്ടായിട്ട് വിട്ട് നിൽക്കുക, അറിയാമല്ലോ, ബൾജ് ചെയ്തിരിക്കുക, അങ്ങനെ നടുവിന് പല സ്റ്റേജിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. കഴുത്തിന് തേയ്മാനമുള്ളവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഹൈ ബി പി ഉള്ളവരുണ്ട്. ഹൈ ബി പി ഉള്ളവരെന്ത് ചെയ്യുക? ഒരുപാട് കുനിഞ്ഞിട്ടുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നമ്മുടെ തലയിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? പണി കിട്ടും. എന്ത് പണി കിട്ടും? തലകറക്കമൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക? സൂക്ഷിച്ച് ചെയ്യണം. യോഗ ചെയ്തുകൂടെന്നല്ല പറഞ്ഞത്, ആരോഗ്യ പ്രശ്നമുള്ളവരെന്ത് ചെയ്യുക? ഒരു യോഗ ക്ലാസ്സിന് വരുമ്പോൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുന്ന ആളോട് പറയണം, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എന്ന് ചെയ്യേണ്ട എന്നൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? യോഗ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യ പ്രശ്നമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒന്നും പറയാതെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യും? പഠിപ്പിക്കുന്ന ആളോട് പറയാതെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ആരോഗ്യ പ്രശ്നം ഉള്ള ഒരു വ്യക്തി അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ യോഗ ചെയ്യുമ്പോൾ മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യോഗയിൽ പറ്റുന്ന എല്ലാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഓരോ പോസ്റ്റർ ചെയ്യുമ്പോൾ നിർത്തി ചെയ്ത് നോക്കണം. എവിടെയോ പിടിക്കുന്നുണ്ട്. ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ സാരമില്ല, സഹിക്കാൻ പറ്റാത്ത പെയിനാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എങ്കിൽ എന്ത് ചെയ്യുക? പഠിപ്പിക്കുന്ന ആളോട് പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അതിന് പകരമായിട്ടുള്ള വേറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞു തരും. ആരോഗ്യ പ്രശ്നം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഇല്ലാത്തവർക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബോഡിയിൽ നമ്മൾ മസിൽസൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നതിൻ്റെ പെയിൻ ഉണ്ടാകും. അനങ്ങാതിരിക്കുന്ന ബോഡി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് യോഗയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരാഴ്ച വരെ പെയിൻ ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകും, അത് നോർമലാണ്. അത് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളെ ബോഡി അതുമായിട്ട് വഴങ്ങുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, ഇതിപ്പോൾ ആരോഗ്യ പ്രശ്നം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആണെങ്കിൽ സാരമില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പെയിൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? അത് പ്രശ്നമാണ്. അതെന്ത് ചെയ്യുക? നിങ്ങൾ ട്രെയിനറോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, യോഗ സ്വന്തമായി ചെയ്യാമോ? ഞാൻ കുറച്ച് നോട്ട്സ് എഴുതി വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് യോഗ ചെയ്യുന്നതിനെ കുറിച്ചുള്ള. യോഗ സ്വന്തമായിട്ട് ചെയ്യാമോ? ഒരിക്കലും യോഗ സ്വന്തമായിട്ട് ചെയ്യരുത്. യൂട്യൂബിൽ കയറി ചെയ്യരുത്. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ ഒരിക്കലും യൂട്യൂബിൽ കയറി, യൂട്യൂബിലെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ടിരിക്കുവാണ് വീഡിയോസൊക്കെ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ചെയ്യാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക? ഒരു ട്രെയിനറുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുക? കുറഞ്ഞത് 6 മാസമെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവരും ഇല്ലാത്തവരായാലും ഒരു ബേസ് പഠിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിന് വന്നപ്പോൾ അറിയാം, നമ്മൾ മുന്നിലോട്ട് കുനിയുമ്പോൾ പുറകിലോട്ട് ബെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ അല്ലേ, അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? നിർത്തി ഇങ്ങനെ ഓരോ പോസ്റ്ററിനുള്ള വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാണ് ചെയ്യുന്നത്. ഒരിടത്ത് തുടങ്ങി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ യോഗ ഒരു ട്രെയിനറുടെ കീഴിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബേസ് മനസ്സിലാവും. പ്രാണായാമം ഏത് മൂക്കിലൂടെയാണ് എടുക്കേണ്ടത്, ബ്രീത്ത് ഹോൾഡ് ചെയ്യണോ, ശ്വാസം എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് പുറത്തേക്ക് വിടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു 6 മാസം കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷേ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തൊരു വ്യക്തി 6 മാസം യോഗ ഒരാളുടെ കീഴിൽ പഠിച്ചിട്ട് യൂട്യൂബിലൊക്കെ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുവേണോ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത വ്യക്തി, ഉള്ള വ്യക്തി എന്ത് ചെയ്യണം, ഒരിക്കലും യൂട്യൂബ് കണ്ട് എന്ത് ചെയ്യരുത്, യോഗ ചെയ്യരുത്. നമ്മളൊരു ട്രെയിനറുടെ കീഴിൽ തന്നെ ആരോഗ്യ പ്രശ്നമുള്ളൊരു വ്യക്തി തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു ട്രെയിനർ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയാം, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നെ അവരെന്ത് ചെയ്യും, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആരോഗ്യ പ്രശ്നം ഉള്ള വ്യക്തി എന്ത് ചെയ്യുക, ഒരിക്കലും സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ട്രെയിനറുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുക, ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത വ്യക്തി ഓക്കെയാണ്, യൂട്യൂബൊക്കെ കണ്ട് ചെയ്യാം. പക്ഷേ ആദ്യം ചെയ്യുന്ന സമയത്ത് വാമപ്പൊക്കെ ചെയ്യണം. യോഗ ചെയ്യാൻ കയറുമ്പോൾ ആദ്യം കാണിക്കുന്നതെന്ന് ചെയ്യാൻ പാടില്ല. കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക, ബോഡിയൊക്കെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ചെയ്യുക. തലകുത്തനെ നിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള അഡ്വാൻസ് പോസ്റ്റേഴ്സൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ഒരു ട്രെയിനറുടെ കീഴിലായിരിക്കും നല്ലത്. കാരണം കഴുത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉളുക്കാനും ഒടിയാനൊക്കെ സാധ്യതയുണ്ട് തലകുത്തനെയൊക്കെ നിന്നൊക്കെ ഉള്ള പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. നമുക്കൊരു ഗുരുവിൻ്റെ അടുത്താണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അയാൾ ആ പഠിപ്പിക്കുന്ന ആൾ സപ്പോർട്ട് ചെയ്യും വന്ന് വീഴാതെ. അവർ അതിനുള്ള ട്രിക്കുകളും കാര്യങ്ങളും പറഞ്ഞു തരും. യൂട്യൂബിലുള്ളത് കണ്ട് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീടിൻ്റെ അടുത്ത് ചിലപ്പോൾ ചിലപ്പോൾ കട്ടിൽ കിടക്കും, എന്തെങ്കിലുമൊക്കെ കിടക്കും, ചിലപ്പോൾ പോയി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യും, ബോഡി എവിടെയെങ്കിലും പോയി അടിച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, നമ്മളെ തന്നെ നമ്മളെ സംരക്ഷിക്കണം. നമ്മളെ ശരീരമാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പം ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വ്യക്തി 6 മാസമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇനിയെല്ലാം പഠിച്ചു, ഇനി സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് യൂട്യൂബൊക്കെ എടുത്ത് വെച്ച് വല്ല സാഹസ്യതും ചെയ്ത് എവിടെയെങ്കിലും ഉളുക്കുകയോ പിടിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത് ആർക്കാണ്, അവർക്ക് തന്നെയാണ് നഷ്ടം. പക്ഷേ ഒരു ട്രെയിനറുടെ കീഴിലാകുമ്പോൾ എന്ത് സംഭവിക്കും, സാരമില്ല, അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര നാൾ യോഗ ചെയ്യണം, ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യോഗ ചെയ്യണം. എത്ര നാൾ യോഗ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വരാറുണ്ട്, എനിക്ക് നടുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ടെന്ന് പറയും. അപ്പോൾ ഈ മുട്ടുവേദനയെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ വരുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയല്ല, യോഗയെന്ന് പറയുന്നത് നമ്മൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, നിങ്ങളിന്ന് പല്ല് വെച്ചു അല്ലേ, ഇന്ന് കുളിച്ചു, അത് എന്നത്തേക്ക് വേണ്ടിയിട്ടാണ്, ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ്. നാളെ പല്ല് തേച്ചില്ല, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പല്ല് തേച്ചത്, കുളിച്ചത്. ആർക്ക് നാറ്റം അടിക്കും, നമുക്ക് നാറ്റം അടിക്കും, നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലേ. അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതുപോലെ തന്നെയാണ് യോഗ. ഇന്ന് യോഗ ചെയ്താൽ ഇന്ന് നമുക്കുള്ളത്, നാളെ യോഗ ചെയ്താൽ നാളത്തേക്കുള്ളത്. അങ്ങനെ കാണുക യോഗേനെ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വെള്ളം കുടിക്കാതെ ജീവിക്കുമോ നമ്മൾ? ആഹാരം കഴിക്കാതെ അഡ്ജസ്റ്റ് ചെയ്യുക, വെള്ളം കുടിക്കാതെ ജീവിക്കുമോ? നമുക്ക് ഈ ശ്വാസം എടുക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഡെയിലി പല്ല് തേക്കാതെ ജീവിക്കാൻ പറ്റുമോ? 2-3 ദിവസം വരെ പല്ല് തേച്ചില്ലെങ്കിൽ സാരമില്ലെന്ന് പറയാം, അത് കഴിഞ്ഞ് പല്ല് തേക്കാതിരിക്കാൻ പറ്റുമോ? 2-3 ദിവസം വരെ അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കാതിരിക്കുക, അത് കഴിഞ്ഞ് കുളിക്കാതിരിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാക്കി നമ്മുടെ ലൈഫിനോട് ചേർത്ത് വയ്ക്കുക യോഗയെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഇനി നിലവിലുള്ള അസുഖങ്ങൾ ഒരു പരിധിവരെ മാറ്റാനും ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റുന്നതിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നടുവേദന മുട്ടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് യോഗ ചെയ്യുന്നതെന്ന് കാണരുത് ഒരിക്കലും. നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്നതിനും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ യോഗ എന്താണ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് യോഗ തരുന്ന ഗിഫ്റ്റാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും കൂടെ സഹായിക്കും. വെയിറ്റ് കുറയും, വയറ് കുറയും, എല്ലാം കുറയും. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ റെഗുലറായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ അവസാനം നമുക്ക് യോഗ തരുന്ന ഗിഫ്റ്റാണ് ഈ വെയിറ്റ് ലോസൊക്കെ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ വേണ്ടിയിട്ടോ ഒന്നുമല്ല യോഗ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മെൻ്റലി ഫിസിക്കലി എന്താണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമേ യോഗയെ കാണാവൂ. അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്ര മഴയായാലും വെയിലായാലും എന്തൊക്കെ സാഹചര്യം ഉണ്ടായാലും എന്തെങ്കിലും പനിയോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട യോഗ. അല്ലാതെ പീരീഡ് സമയത്ത് റെസ്റ്റ് എടുക്കുക, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക. അല്ലാതെ മാക്സിമം നിങ്ങളുടെ മടിയെല്ലാം കളഞ്ഞ് കറക്റ്റായിട്ട് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയാം. ഇപ്പോൾ ഞാൻ ഒരു യോഗ ട്രെയിനർ ആയതുകൊണ്ട് യോഗ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വാനോളം പുകഴ്ത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. യോഗ ട്രെയിനർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ നമുക്ക് അത്രയും യോഗയിലൂടെ ഗുണങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഇത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് പറയാൻ പറ്റും? നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്. ആ ഒരു മാറ്റം കണ്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ പഠിപ്പിക്കുന്ന ആളിനാണ് കോൺഫിഡൻ്റ് ആകും.
അവരെക്കാട്ടിലും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം മാറുമ്പോൾ അവരെക്കാട്ടിലും 100 ഇരട്ടി സന്തോഷം ആർക്കാണ് ഉണ്ടാകുന്നത്? പഠിപ്പിക്കുന്ന ആളിനാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും. ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സന്തോഷം നമ്മളിൽ ഉണ്ടായി വരും. അതൊരു വല്ലാത്ത ഫീലാണ്. ഓക്കെ, അടുത്ത് രോഗമുള്ളവർ, അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ്, നിങ്ങളിപ്പോൾ ഒരു ചികിത്സയിലാണെന്ന് വയ്ക്കുക. നിങ്ങളിപ്പോൾ തൈറോയിഡിൻ്റെ BP-യുടെ ഒക്കെ മെഡിസിൻ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാം, വലിയ രോഗങ്ങളൊന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പെട്ടെന്ന് യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, മെഡിസിനൊക്കെ എടുത്ത് ദൂരെ എടുത്ത് എറിഞ്ഞിട്ട് അതിന് യോഗ ചെയ്തെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഓടി വരരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആദ്യം ഡോക്ടറോട് ചോദിക്കുക, എനിക്ക് യോഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യട്ടെ. ഉറപ്പായിട്ടും ഏകദേശം ഡോക്ടേഴ്സും പറയും യോഗ നല്ലതായതുകൊണ്ട് ചെയ്യാൻ പറയും. അത്രയ്ക്ക് യോഗ ചെയ്തുകൂടാത്ത ആൾക്കാരടുത്തും അത്രയ്ക്ക് യോഗ ചെയ്തുകൂടാത്ത ആൾക്കാർക്ക്, ആരോഗ്യ പ്രശ്നമുള്ളവരടുത്ത് മാത്രമേ പറയുള്ളൂ യോഗ ചെയ്യേണ്ടെന്ന്. അല്ലാതെ നോർമലി ഏകദേശം എല്ലാ ആൾക്കാരോടും ഡോക്ടർ പറയും ഇപ്പോൾ യോഗ നല്ലതായതുകൊണ്ട് ചെയ്യാൻ പറയും. അപ്പോൾ യോഗ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഡോക്ടർ യോഗ ചെയ്യാൻ പറഞ്ഞു, അടുത്ത് എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്ന ആളോട് മരുന്നൊന്നും നിർത്തരുത്, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. പഠിപ്പിക്കുന്ന ആളോട് പറയാം ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്തുകൂടെ, അതൊക്കെ പറഞ്ഞു തരും. അടുത്ത് നമ്മൾ തൈറോയിഡിൻ്റെയോ BP-യുടെയൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ ഒരു 2-3 മാസം യോഗ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കണം. BP ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം പെട്ടെന്ന് ചില ആൾക്കാർക്ക് BP പെട്ടെന്ന് ബാലൻസ് ആയിട്ട് വീണ്ടും BP കുറയേണ്ട പ്രാണായാമമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ തീരെ BP കുറഞ്ഞു. അപ്പോൾ തൈറോയ്ഡ് ആയാലും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 100ൻ്റെ മെഡിസിൻ കഴിക്കുന്ന ഒരാളിന് ചിലപ്പോൾ ഒരു 75 ആവും 6 മാസം കൊണ്ട്. ഒരു ദിവസം കൊണ്ടല്ല, കറക്റ്റായിട്ട് ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഒരു 75 അത്രയൊക്കെ എന്ത് ചെയ്യും, മെഡിസിൻ കുറയും. അങ്ങനെ ചില ആൾക്കാർക്ക് കറണ്ട് പോയി അതുകൊണ്ടാണ് കേട്ടോ. ചില ആൾക്കാർക്ക് എന്താണ്, ആ ഒരു മാറ്റം വരുമ്പോൾ തന്നെ എന്ത് തോന്നും, ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് ചെക്ക് ചെയ്യാൻ പറയുന്നത് എന്തിനാണ്, ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് മെഡിസിൻ കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് സന്തോഷം ഉണ്ടാകും. നമുക്ക് ഇതുവരെ മെഡിസിനൊന്നും കഴിച്ചിട്ട് കുറയാത്തൊരു കാര്യം യോഗ ചെയ്ത് കുറയുമ്പം പിന്നെ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണ് അല്ലേ, യോഗ ചെയ്യണം, മാറിയല്ലോ, മാറ്റം ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ചെയ്യാൻ തോന്നും. അങ്ങനെ 2 രീതിയിലുള്ള ഗുണമാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആരും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരിക്കലും അത് തെറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് യോഗയ്ക്ക് വരരുത്. എങ്കിൽ പിന്നെ നമ്മളിവിടെ ഇരുന്നാൽ പോരെ, കുറേ പൈസയും കിട്ടുമല്ലോ എല്ലാവരും ഇങ്ങനെ വന്നാൽ യോഗ ചെയ്ത് ശരിയാക്കി തരാമെന്ന് പറയാൻ പോരെ. അങ്ങനെയല്ല, യോഗ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റൂ. പൂർണ്ണമായിട്ട് മാറ്റിയാൽ നമ്മൾ ദൈവമായി പോകില്ല. അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കള്ളത്തനത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാം ഞാൻ എല്ലാം മാറ്റിത്തരാൻ വന്നാൽ മതി, അങ്ങനെയൊന്നുമില്ല. നമുക്കെന്താണ്, നിലവിലുള്ള നല്ല പ്രായത്തിൽ യോഗ ചെയ്ത അസുഖങ്ങളൊന്നും വരില്ല. ഒരു 90-80% നല്ല പ്രായത്തിൽ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആരോഗ്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഏകദേശം വരെ 40 വയസ്സ് കഴിഞ്ഞ് കാലും കൈ വേദന വയ്ക്കുമ്പോഴാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് യോഗയിലോട്ട് വരുന്നത്. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ പ്രായം കഴിഞ്ഞു പോയി. നമ്മൾ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, യോഗ ചെയ്ത അസുഖങ്ങൾ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയാൻ പറ്റും. അറിയാമല്ലോ, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുവാണ്. ഒരു പ്രായം കഴിയുമ്പോൾ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാനായിട്ട് എന്തിലൂടെ പറ്റും, യോഗയിൽ പറ്റും. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് ഏകദേശം പഠനങ്ങൾ തെളിയിക്കുന്നത് 90% അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അസുഖങ്ങൾ വരില്ല എന്നാണ് പറയുന്നത് സൂര്യ നമസ്കാരം ചെയ്യുന്നവർക്ക്. അതും ഞാൻ പറയുന്നു, ആരോഗ്യ പ്രശ്നം ചെറുപ്രായത്തിലേ ചെയ്ത് ആ ഒരു ഇതിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒക്കെയാണ്. ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഇപ്പം ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടല് തേയ്മാനമൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് എന്താണ്, പൂർണ്ണമായിട്ട് അത് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അത് വന്നു പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന പെയിൻ കുറച്ച് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒട്ടും കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റാത്ത പെയിൻ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊടുക്കാൻ പറ്റും. ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, അത് വന്നു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഇനിയും പല അസുഖങ്ങൾ വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ പറ്റും. അതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
ഓക്കെ. അതുപോലെ ടെസ്റ്റ് രോഗപ്രശ്നം ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ ഓക്കെയാണ്. അവർക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഏത് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ആയാലും, ബിഗിനേഴ്സ് എന്ന് പറയുന്ന ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കുറച്ചും കൂടെ പാടുള്ളത് ചെയ്തു നോക്കാം. ആദ്യം ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുള്ളൂ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ആ ഒരാഴ്ചത്തെ പെയിനൊക്കെ വലുതായിട്ട് സഹിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ ഓക്കെയാണ്. ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകണം. നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം, നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ബോഡിക്ക് എന്താണ് ആവശ്യം? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞൊരു മിഷ്യനാണ്, അറിയാമല്ലോ. എല്ലാ ദിവസവും റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു മിഷ്യനാണ്. ആ ഒരു മിഷ്യനെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു തയ്യൽ മിഷ്യൻ തന്നെ എടുക്കുക. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്. നമ്മളൊരു തയ്യൽ മിഷ്യൻ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ അങ്ങ് പോകും. ആ രീതിയിലായിരിക്കും, സ്മൂത്ത്, സൗണ്ടൊന്നുമില്ല, അടിപൊളിയായിരിക്കും. നന്നായിട്ട് തയ്ക്കാനൊക്കെ പറ്റും. സ്റ്റിച്ചൊക്കെ നന്നായിട്ട് വീഴും. ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ 2 മാസം 3 മാസമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എണ്ണയൊന്നും ഇടുന്നില്ല, അതിന് ആവശ്യമുള്ളതൊന്നും കൊടുക്കുന്നില്ല. എന്നാലും അത് ഓടൂലേ? നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ചെറിയ സൗണ്ട് കേട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ സൗണ്ടല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. എന്താണ്, സ്റ്റിച്ച് വീഴുന്നുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. നമ്മളും ഇങ്ങനെ തന്നെ നമ്മളെ ബോഡിയെ നോക്കുന്നത് അല്ലേ? ചെറിയ പ്രശ്നം വരും, എന്തായാലും കുഴപ്പമില്ലല്ലോ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഒന്നാമത് സമയമില്ല എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ആരോഗ്യം നോക്കാതെ നമ്മളെ തള്ളിക്കളയും. അതുപോലെ തന്നെയാണ് കുറേ നാളുകൾക്ക് ശേഷം ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ സൗണ്ട് കൂടും. പിന്നെ എന്ത് ചെയ്യും, ഈ സൗണ്ട് കേൾക്കൂല, സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. അതിനെയാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ചില ആൾക്കാർ തട്ടിപ്പോവും, ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടന്ന് രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ആ മിഷ്യൻ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പണി കിട്ടും. മുന്നേയൊക്കെ താമസിച്ചായിരുന്നു പണി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്നാണ് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാൾ അറിയില്ലായിരുന്നു, യോഗ ചെയ്താൽ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഈ ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ്സിന് മൊത്തം ഞാൻ എന്താണ്, തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നാണ് പഠിപ്പിച്ചത്. എനിക്ക് വേണമെങ്കിൽ ഫ്രീ ക്ലാസ്സാണ്, എങ്ങനെയെങ്കിലും എടുത്തിട്ട് കളഞ്ഞിട്ട് പൊക്കൂടെ. ഞാൻ അത്രയും ഒരാൾക്ക് യോഗ ചെയ്യണം, യോഗ ചെയ്താൽ ഇത്രയും ഗുണങ്ങൾ കിട്ടുമെന്ന് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഗുണം മനസ്സിലാക്കുന്നതിനും അവർക്ക് യോഗ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടാവണം. അവരുടെ ആരോഗ്യം അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫ്രീ ക്ലാസ് പ്രധാനമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കിച്ചണിലെ ഒരു കത്തി അല്ലേ, നമ്മളെന്നും തോരനൊക്കെ അരിയുന്ന കത്തി, ആ ഒരു കത്തി നമ്മളെന്നും നന്നായിട്ട് തേച്ച് മിനുസപ്പെടുത്തി വെച്ചിരുന്നാൽ എന്ത് ചെയ്യും, നല്ല സ്മൂത്തായിട്ട് എന്ത് ചെയ്യാം, അരിഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ പറ്റുമല്ലേ? നാളത്തേക്കുള്ള തോരനൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് അരിഞ്ഞ് അടിപൊളിയായിട്ട് റെഡിയാക്കി വയ്ക്കാൻ പറ്റൂലേ? പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു കത്തി എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതെന്ത് ചെയ്യും, കുറേ ദിവസം കഴിയുമ്പം തുരുമ്പെടുത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് അരിയാൻ പറ്റൂല. വീണ്ടും നമ്മൾ നന്നായിട്ട് മൂർച്ചപ്പെടുത്തണം. അത് കുറച്ച് സമയം എടുക്കും. മൂർച്ചപ്പെടുത്തി എടുത്താലേ ആ ഒരു പഴയ രീതിയിലോട്ട് വരും. എന്നും നന്നായിട്ട് മൂർച്ചപ്പെടുത്തി വെച്ചിരിക്കുന്ന കത്തി വേറെ, തുരുമ്പെടുത്തിരിക്കുന്ന കത്തിയെ ഒന്നേന്ന് തേച്ച് മിനുസപ്പെടുത്തി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെയാണ് യോഗ. അനങ്ങാതിരിക്കുന്ന ബോഡിയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ ബോഡി എന്താണ്, ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പതിയെ എന്ത് ചെയ്യണം, യോഗ ചെയ്ത് നമ്മളെ ബോഡി, ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകും, അതിനൊക്കെ എന്ത് ചെയ്യുക, തരണം ചെയ്ത് പതിയെ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയെ ഓക്കെ ആക്കി എടുക്കണം. ചിലപ്പോൾ സമയമെടുക്കും. പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ യോഗ ചെയ്ത് ഇതിലോട്ട് വരാൻ വേണ്ടി സമയമെടുക്കും. കാരണം എന്താണ്, ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല. കാരണം തുരുമ്പെടുത്തിരിക്കുവാണ് അനങ്ങാതെ. നിങ്ങളപ്പോൾ പറയും, ഞാൻ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് പശുവുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്. ഇതും ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, യോഗ ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് യോഗ പറയുമ്പോൾ അവർ പറയുന്നതെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ 10 പശുവുണ്ട്, അതിനെ ഞാൻ നോക്കണം, ഞാൻ വീട്ടിലെ ജോലി മൊത്തം ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ യോഗയും കൂടെ ചെയ്യാൻ പോകണം, എനിക്ക് വേറെ ജോലിയില്ല, സമയമില്ല എന്ന് പറയും. യോഗ എന്ന് പറയുന്നത് ചുമ്മാ അനങ്ങാതിരിക്കുന്നവർക്കുള്ള പണിയെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് മറുപടിയൊന്നും കൊടുക്കാറില്ല. കാരണം അവർക്കറിയില്ല യോഗയെക്കുറിച്ച്. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗയെന്ന് ചെയ്യുമ്പോൾ നമുക്കറിയാം, ശ്വാസം എടുക്കുന്നു, കൈ ഉയർത്തുന്നു, കാലുയർത്തുന്നു, വേറെ വേർക്കുന്നൊന്നുമില്ല, വേറെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ യോഗയെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. യോഗയെന്ന് പറയുന്നത് സർവ്വ നാഡി ഞരമ്പുകൾ സെല്ലുകൾ ആക്റ്റീവ് ആവുന്ന പ്രോസസ്സാണ്. നമ്മുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ടാണ് കൈയും കാലും വേദന മാറുന്നത്. നമ്മളെ ബോഡിയിലെ കൈയുടെ മുട്ട് വേദന എന്തുകൊണ്ടാണ്? കറക്റ്റായിട്ട് അവിടെ നടക്കേണ്ട പ്രവർത്തനം നടക്കുന്നില്ല, എവിടെയോ ബ്ലോക്കായി. ബ്ലഡ് ഓട്ടം കറക്റ്റായിട്ട് നടക്കുന്നില്ല.
ഞാൻ പറയുന്ന എല്ല് തേയ്മാനത്തിൻ്റെ കാര്യമല്ല, നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഷോൾഡർ പെയിൻ, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, അങ്ങനെയുള്ള പ്രശ്നം. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പെയിനൊക്കെ മാറും. എവിടെയോ ചെറിയ ബ്ലോക്ക് തുടങ്ങി ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ആ ഒരു ഇതൊക്കെ മാറുമ്പോൾ നമുക്ക് നന്നായിട്ട് ഓടിച്ചാടി നടക്കാനൊക്കെ ഉള്ളൊരു ആരോഗ്യം നമ്മളിലുണ്ടായി വരും. അതുകൊണ്ട് യോഗയെന്ന് പറയുന്നത് വീട്ടു ജോലിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ആരും. യോഗ വേറെ, വീട്ടു ജോലി വേറെ. ഇന്നറിയാമല്ലോ, സ്വിച്ച് ഇട്ടാൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. തുണി കഴുകുന്ന ആയാലും വീട്ടിൽ കിച്ചണിലൊക്കെ നിന്നിട്ടൊക്കെ ചെയ്യുന്ന ജോലിയൊന്നും ഭയങ്കര ജോലിയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. പണ്ടുള്ള അമ്മമാരത് ചോദിച്ചാൽ അറിയാം ഒറിജിനൽ ജോലി എന്താണെന്ന്. അപ്പോൾ ഇന്നുള്ള ആൾക്കാർക്കെന്ന് പറയുന്നത് കുറച്ച് ആഹാരം വെച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്താണ് സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന രീതിയിലോട്ട് ലൈഫ് ടൈം മാറി. അത് ജോലിയല്ല. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഓടി നടന്ന് ജോലി ചെയ്യുന്നു, അതും ഒരു ജോലിയല്ല, നമുക്ക് ടെൻഷനാണ് ശരിക്കും കിട്ടുന്നത്. മെൻ്റലി ഉള്ള ടെൻഷനാണ്. അയ്യോ സമയമായി റെഡി ആവണമെന്ന് പറഞ്ഞ് ഓട്ടമാണ്. അതും എന്താണ്? ടെൻഷനാണ് മനസ്സിൽ. പുറമേ കിടന്ന് ഓടുവാണെങ്കിൽ അത് ടെൻഷനാണ്, ആ ജോലിയെന്ന് പറയാൻ പറ്റില്ല, അത് ഓവർ ടെൻഷനാണ്, സമയമായെന്നുള്ളൊരു ഒരു ഓട്ടപ്പാച്ചിൽ. അപ്പം അതിനെയൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? യോഗ സഹായിക്കും. അടുത്ത് നമുക്കിത് യോഗയുടെ ഒരു ബേസാണ് പറഞ്ഞു തന്നത്. ഞാൻ യോഗ ക്ലാസ് എടുക്കുന്നതെന്ന് പറയുന്നത് യോഗയ്ക്ക് ഒരുപാട് ആത്മീയ ലക്ഷ്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത്യാവശ്യം ഒരു വീട്ടമ്മയ്ക്ക് ഓടിച്ചാടി നടന്ന് ജോലിയൊക്കെ ചെയ്യേണ്ട ഒരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക. അവരാരും കുറ്റം പറയരുത്, അവർക്ക് വയ്യ അല്ലെങ്കിൽ എപ്പോഴും വയ്യ എന്ന് പറഞ്ഞ് നടക്കുന്നു കിടക്കുന്നു എന്നൊക്കെ മറ്റുള്ളവരെന്ത് ചെയ്യുക? നിങ്ങളാരും കുറ്റപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ജീവിതകാലം മൊത്തം മറ്റുള്ളവരെയൊക്കെ നോക്കി ഓടിച്ചാടുന്ന വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും സൗജന്യമായിട്ട് ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ്, ചെറിയൊരു ഫീസ്, ഏത് സമയം വേണമെങ്കിലും കയറാം, 2 നേരം വേണമെങ്കിലും കയറിക്കോ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത്രയ്ക്ക് വീട്ടമ്മമാരേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത യോഗ ചെയ്യുമ്പോഴുള്ള ആഹാരക്രമമാണ് പറയുന്നത്. ഓക്കെ, ഒഴിഞ്ഞ വയറിൽ യോഗ ചെയ്യുന്നതാണ് നല്ലത്, വെറും വയറിൽ യോഗ ചെയ്യുന്നതാണ് നല്ലത്. വെറും വയറെന്ന് പറയുന്നത് എന്താണ്? രാവിലെ എണീക്കുന്ന ആൾക്കാർ ഓക്കെയാണ്, അല്ല അവർ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ കുടിച്ചിട്ട് യോഗ ചെയ്യും, അവരൊക്കെയാണ്. പിന്നെ അടുത്ത് 11 മണിക്ക് യോഗ ചെയ്യുന്നവരെന്ത് ചെയ്യുക? എൻ്റെ ക്ലാസ് 11 മണിക്കുണ്ട്, അവർ കുറച്ച് നേരത്തെ കഴിക്കുക, 1 ദോശയോ 2 ദോശയോ നേരത്തെ കഴിക്കുക. അപ്പോൾ വീട്ടമ്മമാർ പറയും സമയമില്ലെന്ന്. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ കിച്ചണിലിരുന്ന് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്ത് യോഗ ചെയ്യുന്ന ദിവസം എന്ത് ചെയ്യുക? 1 ദോശ 2 ദോശയൊക്കെ എന്ത് ചെയ്യുക? ലൈറ്റായിട്ട് കഴിച്ചിട്ട് 11 മണിക്കുള്ള ക്ലാസ്സിന് കയറുമ്പോൾ കുഴപ്പമില്ല. വൈകിട്ടും അങ്ങനെ തന്നെ, വൈകിട്ടുള്ളവർ കുറച്ച് നേരത്തെ, അരമണിക്കൂർ നേരത്തെ ചായയോ സ്നാക്സോ എന്തെങ്കിലും കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുക. വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് യോഗ ചെയ്യരുത്, ആമാശയമൊക്കെ കംപ്ലൈൻ്റ് ആവും. നമ്മുടെ ഉള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? വയറ് നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പാടില്ല യോഗ ചെയ്യാൻ സമയത്ത്. മരിച്ചിനി, മീൻ, ബിരിയാണി അതൊക്കെ ഉണ്ടല്ലോ, ഹെവി ഫുഡ്, ദഹിക്കാൻ താമസമുള്ള ഫുഡ്, അത് കഴിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറെങ്കിലും ബ്രേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ടേ യോഗ ചെയ്യാം. നമ്മൾ കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ പാടില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ദഹിക്കൂല. ബിരിയാണിയോ ചോറോ മരിച്ചിനി അങ്ങനെയുള്ള ഫുഡൊക്കെ, നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കുറച്ച് സമയം എടുത്ത് തന്നെ എന്ത് ചെയ്യുക? ദഹിച്ചതിന് ശേഷം മാത്രം യോഗ ചെയ്യുക. ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചായയോ സ്നാക്സോ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് യോഗ ചെയ്യാം. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം? ഹെവി ഫുഡ് കഴിച്ച് ദഹിച്ചിട്ട് മാത്രമേ യോഗ ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. യോഗ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിക്കുക. യോഗ കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിക്കാം. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കാവൂ. ഇപ്പോൾ ചൂട് സമയമാണ്, യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം ദാഹിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കുടിക്കാൻ പാടില്ല, തൊണ്ട നനയ്ക്കുക. 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഒരുമിച്ച് കുടിക്കാൻ പാടില്ല, കുറച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക? തൊണ്ട നനച്ച് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? യോഗ ചെയ്യുന്ന സമയം വെള്ളം കുടിക്കുന്ന കാര്യവും, കുളിക്കുന്ന അരമണിക്കൂർ കുറഞ്ഞത്, അത്യാവശ്യപ്പെട്ട് പോകണം, യോഗ കഴിഞ്ഞ ഉടനെ പോകണമെന്നുള്ളവർ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അതിനുള്ള ആൻസറാണ് പറയുന്നത്. യോഗ ചെയ്താൽ വണ്ണം കുറയുമോ? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഞാൻ ഭയങ്കര വണ്ണമാണ്, എനിക്ക് യോഗ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കണം, യോഗയിലൂടെ വണ്ണം കുറയുമോ? യോഗ ചെയ്താൽ വണ്ണം കുറയും. 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും കുറയില്ല. ആദ്യം നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ എന്തായാലും വണ്ണമുണ്ട്, വയറുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത്രയും ദിവസം ഇരുന്നില്ലേ. ഇനി എന്ത് ചെയ്യുക? ആരോഗ്യത്തോടെ വണ്ണം കുറയ്ക്കണം. നമ്മൾ പട്ടിണി കിടന്ന് കുറയ്ക്കുന്ന, നമ്മൾ പട്ടിണി കിടന്നിട്ട് എന്ത് ചെയ്യും? ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, 3 നേരം ചോറ് കഴിക്കില്ല, ആഹാരം കഴിക്കാതെ എന്ത് ചെയ്യും? പട്ടിണി കിടന്ന്
വെയിറ്റ് കുറയ്ക്കും. 2 ദിവസം കഴിയുമ്പോൾ ആശുപത്രിയിലാവും. ഒന്നീ ഷുഗർ കുറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആശുപത്രിയിലാവും. നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. യോഗയെന്ന് പറയുന്നത് ചിലപ്പോൾ 6 മാസം എടുക്കും വെയിറ്റ് കുറഞ്ഞു വരാൻ. ചിലർക്ക് 3 മാസം ആകുമ്പോൾ തന്നെ വെയിറ്റ് ഒറ്റയടിക്ക് കുറയുന്നല്ല, കുറഞ്ഞു വരും. പക്ഷെ നമുക്ക് എത്രത്തോളം വെയിറ്റ് കുറയും അത്രത്തോളം ആരോഗ്യം ഉണ്ടാകും യോഗയിലൂടെ. ആരോഗ്യം നമുക്ക് കിട്ടിയിട്ടാണ് വെയിറ്റ് കുറച്ച് തരുന്നത് യോഗ. അല്ലാതെ ഒറ്റയടിക്ക് എന്ത് ചെയ്യൂല, വെയിറ്റ് കുറയുന്നതല്ല. നമ്മൾ ആദ്യം നമ്മൾ തന്നെ നമ്മളോട് പറയാം, എന്തായാലും ഇത്രയും നാളുകൊണ്ട് വെയിറ്റ് ഉണ്ടല്ലോ, വണ്ണമുണ്ട്, ഒന്നും ചെയ്തില്ല, നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എന്നാലും യോഗ ക്ലാസ്സിന് ചേർന്നു. നമ്മളെന്ത് ചെയ്യുക, മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഇത്രയും ദിവസത്തെ വണ്ണവും വെയിറ്റും ഒക്കെ അവിടെ ഉണ്ടല്ലോ, ഒരു കുറച്ച് ദിവസം കൂടെ അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമ്മളെന്ത് ചെയ്യുക, നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഓക്കെ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, യോഗ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളിലുള്ള മാറ്റം. ചില ആൾക്കാർ പറയുന്നത് ഞാൻ വെയിറ്റ് കുറവാണ്, ഞാൻ തീരെ വെയിറ്റ് കുറവാണ്, ഞാൻ ഇനി വീണ്ടും കുറഞ്ഞു പോകുമോ, യോഗ ചെയ്ത വെയിറ്റ് കുറഞ്ഞു പോകും. ഒന്നാതെ എല്ലാവരും കളിയാക്കുന്നത്, ഒന്ന് ഊതിയാൽ പറക്കുമെന്ന്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക, യോഗയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അങ്ങനെ വെയിറ്റ് ഒന്നും കുറയില്ല. വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് രോഗപ്രതിരോധശേഷി കൂടും. നല്ല വിശപ്പുണ്ടാകും വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക്. യോഗ ചെയ്യുമ്പോൾ രോഗപ്രതിരോധശേഷി കൂടും. അതുപോലെ നല്ല വിശപ്പുണ്ടാകും. ചിലർക്ക് വിശപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞ് എപ്പോഴും വിശപ്പാണ്, നല്ല മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കഴിച്ചങ്ങ് വണ്ണം വെച്ച് കയറും. അങ്ങനെയല്ല. അവർക്ക് ആവശ്യമുള്ള വണ്ണമല്ല വെയിറ്റ്, അവർക്ക് ആവശ്യമുള്ള വെയിറ്റ് എപ്പോഴാണോ വരുന്നത് അത് കഴിഞ്ഞിട്ട് വിശപ്പ് കുറയും. അതുവരെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു, നന്നായിട്ട് കഴിക്കും. അങ്ങനെ കഴിച്ച് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ള വെയിറ്റ് വരും. വണ്ണം വേറെ, വെയിറ്റ് വേറെ. വെയിറ്റ് ആവശ്യത്തിനാവും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടും. ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതനുസരിച്ച് എന്താണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ചില വെയിറ്റ് കുറഞ്ഞ ആൾക്കാരറിയില്ല, അടുത്തൂടെ ഒരാൾ തുമ്മി അത് അടക്കണം, വയ്യാണ്ടാവും ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു യോഗ ചെയ്യുന്നതോടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് പറ്റും. ഈ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ആരും വിഷമിക്കില്ല കേട്ടോ. ഓരോ ആൾക്കാരിവിടെ കഷ്ടപ്പെടുന്നു വെയിറ്റ് കൂട്ടാൻ വേണ്ടി, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്, വണ്ണം കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്, വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ അർത്ഥം? വണ്ണം കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്, നല്ല ഷേപ്പൊക്കെ ആയിരിക്കും. നന്നായിട്ട് സാരിയൊക്കെ കൊടുക്കാനും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആവും, അടിപൊളിയാണ്. ഏത് ഡ്രസ്സ് കൂടാം, ഓടിച്ചാടി നടക്കാം, നിലത്തിരിക്കാം. വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചിലർക്ക് കൈയും കാലൊന്നും വഴങ്ങൂല, അങ്ങനെയല്ല. പക്ഷേ വെയിറ്റ് വേണ്ട നമുക്ക് വെയിറ്റ് അല്ല, നമുക്ക് വണ്ണം വേണ്ട, വെയിറ്റ് വേണം. നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് നമ്മുടെ ബോഡിയിൽ വേണം. അല്ലെങ്കിൽ എന്താണ്, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റും. വണ്ണം ഉള്ളവർക്ക് പറ്റും, വണ്ണം ഇല്ലാത്തവർക്ക് പറ്റും, രോഗമുള്ളവർക്ക് പറ്റും, 100 വയസ്സായാലും പറ്റും യോഗ ചെയ്യാൻ, എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എൻ്റെ ശരീരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഈ 18 വയസ്സായ ഒരു കുട്ടിയെ പോലെ ചെയ്യാൻ പറ്റുമോ 50 വയസ്സായ ഒരാൾ? ഒരിക്കലും ഇല്ല. യോഗ ചെയ്യാൻ പറ്റും. ചിലപ്പം 18 വയസ്സായ കൊച്ച് കൈയും കാലമെല്ലാം വളച്ചൊടിച്ച് തലയിലും ഒക്കെ വയ്ക്കും. യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ അറിയാം. അതേപോലെ നമുക്ക് പറ്റണമെന്നില്ല. യോഗ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ആരോഗ്യം. ചിലപ്പോൾ ആരോഗ്യമുള്ള ശരീരമായിരിക്കും, പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടം നമ്മുടെ ബോഡി വഴങ്ങുന്നുണ്ടോ. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയെ ഓക്കെ ആക്കി എടുക്കുക. അതായത് ഒറ്റയടിക്കൊന്നും നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കുക. പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും എല്ലാവർക്കും യോഗ ചെയ്യാം. പക്ഷേ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? നമ്മളിപ്പോഴും 18 വയസ്സല്ല, അല്ലെങ്കിൽ 15 വയസ്സല്ല. നമ്മുടെ ചിലപ്പോൾ നല്ല വണ്ണം ഉണ്ടാവും, വയറുണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡി വഴങ്ങാൻ സമയം എടുക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരെ പോലെ ആവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മളായിട്ട് തന്നെ ഇരിക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മാറാൻ പറ്റുമോ? ഇപ്പം എനിക്ക് വേറൊരാളെ പോലെ ഒരിക്കലും ആവാൻ പറ്റില്ല. ചിലപ്പോൾ അവരെക്കാട്ടിലും നല്ലൊരു ക്യാരക്ടറാക്കാൻ പറ്റുമായിരിക്കും, ഇല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളായിട്ടിരിക്കുക. നമ്മളതിനെ മനസ്സിലാക്കുക, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏത് പ്രായക്കാർക്കും ചെയ്യാം. ചില ആൾക്കാർ കട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒട്ടും വയ്യാണ്ട് കട്ടിലിരുന്ന് ചെയ്യും. അവർക്ക് പറ്റുന്ന മാത്രം ചെയ്യും. ഞാൻ പറയും പറ്റുന്ന ചെയ്താൽ മതി. പറ്റുന്ന ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരൊന്ന് കോൺഫിഡൻ്റ് ആവും. ചിലപ്പോൾ താഴെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അത് അവരുടെ ആത്മവിശ്വാസമാണ്. യോഗ ചെയ്ത് വന്നപ്പോൾ ഇനി എനിക്കും ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ പോലെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, അവർ സാവധാനം താഴെ വന്നിരുന്ന് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യോഗ ചെയ്യുമ്പോൾ ഫാനും AC ഒക്കെ ഉപയോഗിക്കാമോ? ഫാൻ ഇപ്പോൾ അറിയാമല്ലോ, ചെറിയ തലയൊക്കെ വേർക്കുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ വരുന്നവരുണ്ട്. അതുകൊണ്ട് ഫാൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫാനും AC ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ
നമുക്ക് ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും രോഗപ്രതിരോധ ശേഷിയും കുറവാണ്. ആൾക്കാർക്ക് കോവിഡൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫാൻ യൂസ് ചെയ്യാം, AC ഉപയോഗിക്കരുത്. യൂട്യൂബ് നോക്കി യോഗ ചെയ്യാമോ? യൂട്യൂബ് നോക്കി യോഗ ചെയ്യാൻ പാടില്ല. കാരണം യോഗേന്ദ്ര അവിടെ നിന്ന് ഇവിടെ നോക്കിയാണ് ഓരോ ആൾക്കാർ ഇട്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഓരോ ആൾക്കാർ അവർ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നടുവേദന മാറേണ്ട പോസ്റ്റർ ഇന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പരസ്യം പോലെയാണ് 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ അവർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഒരു 6 മാസം ഒരു ട്രെയിനറുടെ കീഴിൽ പഠിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കുമ്പോൾ അറിയാം എനിക്ക് എന്തൊക്കെ ചെയ്യാം, ചെയ്തുകൂടെന്ന് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി ആദ്യം പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പാണ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ പോയി ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. ആരോഗ്യ പ്രശ്നം ഉള്ളവർ ചെയ്യരുത്, ദയവ് ചെയ്ത്. വീണ്ടും പണി കിട്ടും. യോഗ കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പാടുണ്ടോ? ചില ആൾക്കാർക്ക് ചോദിക്കും, യോഗ കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണമാണ്, ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയും. യോഗ കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പാടില്ല. കാരണം നമ്മളെ ബോഡിയിലെ സർവ്വനാഡിയും ഞരമ്പുകൾ സെല്ലുകളൊക്കെ ആക്റ്റീവായിട്ടിരിക്കുവാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ ഫാറ്റെല്ലാം അവിടെ തന്നെ കിടക്കും, പുറത്തു പോകില്ല. മനസ്സിലായില്ലേ? നിങ്ങളിപ്പം ഒരു കമ്പി എന്ത് ചെയ്യുക, ഒരു നല്ല തീയിൽ വെച്ച് പഴുപ്പിച്ചെന്ന് വയ്ക്കുക. നല്ല പഴുത്ത് നല്ല ഇതായിട്ട് പഴുത്തിരിക്കുവാണ് ആ കമ്പി. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, നല്ല പഴുത്ത് തിളച്ചിരിക്കുവാണല്ലേ, അത്രയും സമയം നമ്മൾ ആ അടുപ്പിൽ ആ ഒരു തീയിലോട്ട് വെച്ച് ചൂടാക്കിയിട്ടാണ് നല്ല പഴുത്തത് ആ കമ്പി. അതിനെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വെള്ളത്തിൽ കൊണ്ടിട്ട് നോക്ക്, അത്രയും സമയം ചൂടാക്കിയതല്ലേ വേസ്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡി. നമ്മൾ അത്രയും നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ആരോഗ്യമെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യും, പോയി കിടന്ന് ഉറങ്ങുമ്പോഴേക്കും നമ്മളെല്ലാ എനർജി നഷ്ടപ്പെടും. അന്ന് ചെയ്തത് വേസ്റ്റ്. മനസ്സിലായില്ല അതിൻ്റെ അർത്ഥം യോഗ ചെയ്യുന്നതിൻ്റെ അന്ന് ഉറങ്ങിക്കൂടാന്നല്ല. ഇപ്പോൾ ഞാൻ 5 മണിക്ക് യോഗ ചെയ്തെങ്കിൽ ഉടനെ ഉറങ്ങിക്കൂടാ. ഉച്ചയ്ക്കൊക്കെ വേണമെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങും. മനസ്സിലായില്ല? അങ്ങനെ യോഗ കഴിഞ്ഞ ഉടനെ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അന്നത്തെ ദിവസം ഉറങ്ങാൻ പാടില്ല എന്നല്ല അർത്ഥം. ഇറച്ചി മുട്ടയൊക്കെ കഴിക്കാമോ യോഗ ചെയ്യുന്നവർ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഇറച്ചി മുട്ട മീനൊക്കെ കഴിക്കാമോ? ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ള ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്? നിങ്ങൾ യോഗയൊക്കെ ചെയ്ത് അതിൻ്റെ ആത്മീയ ലക്ഷ്യങ്ങളൊക്കെ തേടി പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ വ്രതമൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നോർമലി എല്ലാ വീട്ടമ്മമാരാകുമ്പോൾ എന്ത് ചെയ്യും, അവർക്കൊന്ന് എണീച്ച് നടന്നാൽ മതി, പിള്ളേരാരെ നോക്കിയാൽ മതി, അല്ലേ? എത്രയൊക്കെ ഉള്ളൂ അല്ലേ ആഗ്രഹം, അല്ലേ? ഇത്രയൊക്കെ ഉള്ള ആഗ്രഹം. അപ്പോൾ അത്രയൊക്കെയുള്ള ആഗ്രഹമുള്ളപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണ് വീട്ടിൽ ആഹാരമുള്ളത് അതൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. യോഗ ചെയ്ത് എന്ത് ചെയ്യുക, ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ആഹാരം നിയന്ത്രിക്കണോ? യോഗ ചെയ്യുന്നവർ ആഹാരം നിയന്ത്രിക്കണോ? നല്ല വണ്ണവും വയറും ഒക്കെ ഉള്ളവർ ആഹാരം നിയന്ത്രിക്കണോ? ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ആഹാരങ്ങളാണുള്ളത് അത് കഴിക്കാൻ പറയും. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് ആഹാരങ്ങളുള്ളത്? ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ആഹാരങ്ങൾ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക. അതോടൊപ്പം യോഗയും കൂടെ ചെയ്യുക. പിന്നെ അമിതമായിട്ട് വിശപ്പും ഒരുപാട് ആഹാരം കഴിക്കുന്നവർ 1-2 മാസം യോഗ ചെയ്യുമ്പോൾ പതിയെ വിശപ്പ് കുറയും. നമ്മുടെ ആമാശയമൊക്കെ ചുരുങ്ങുന്നതനുസരിച്ച് നമുക്ക് വിശപ്പ് കുറയും. ഇപ്പോൾ 5 ഇഡ്ഡലി കഴിച്ചാലേ വയറ് നിറയുള്ളൂ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 2 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, വയറ് നിറയും. ആ രീതിയിലോട്ട് നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഒറ്റയടിക്കല്ല, നമ്മൾ യോഗ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി കൊണ്ട് വച്ചിരിക്കുകയാണെന്ന് പറയാം, ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി, അത് ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റിയാലല്ലേ കഴിക്കുകയുള്ളൂ. യോഗ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് ഇറങ്ങൂല. അതായത് ആമാശയമൊക്കെ ചുരുങ്ങും, വയറൊക്കെ ഒതുങ്ങുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റൂല. ആ ഒരു അവസ്ഥയിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മളെ കൺട്രോൾ ചെയ്യും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കാര്യം കൊണ്ടുവച്ച് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കഴിക്കുമോ? ഇല്ല. നമുക്ക് അതിനോട് വേണമെന്ന് തോന്നിയാലല്ലേ കഴിക്കുകയുള്ളൂ. നമ്മൾ തന്നെ എന്ത് ചെയ്യും, സ്വന്തം ഒരു ഡയറ്റിലോട്ട് വരും. ഞാൻ നിങ്ങളോട് വലിയൊരു ചാർട്ടൊക്കെ തന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് യോഗയിലൊക്കെ വരുമല്ലോ, ഇനി ആഹാരമൊക്കെ നിയന്ത്രിക്കണമെന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യും, നാളെ വരും കല്യാണം, അതിൻ്റെ അടുത്ത ദിവസം വരും പാല് കാച്ച്, അതോടെ ഡയറ്റും പോയി എല്ലാം പോയി. ഇല്ലേ? നമ്മൾ എന്ന് ഡയറ്റ് എടുക്കണമെന്ന് പിറ്റേ ദിവസം ഭയങ്കര ആഹാരം കിട്ടാക്കുമായിരിക്കും അല്ലേ, എവിടെ നിന്നെങ്കിലുമൊക്കെ. അതൊരു പ്രത്യേകതയാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സെന്ത് ചെയ്യും, കുഴപ്പമില്ല, ഇത്രയും നാൾ വണ്ണമൊക്കെ ഉണ്ടല്ലോ, ഇനി ഇന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കഴി എന്ന് ആര് പറയും, നമ്മളെ മനസ്സ് നമ്മളോട് പറയും. അതാണ് പറഞ്ഞത്, നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതിന് നമുക്ക് പറ്റൂല, ഒറ്റയടിക്ക് പറ്റില്ല. അതിനാണ് യോഗ ചെയ്യുന്നത്. ഇപ്പം ചില ആൾക്കാർ അഡിക്ഷനുണ്ട്, ഷുഗർ കാണും എന്നാലും മധുരം എപ്പോഴും കണ്ടാലും കഴിക്കും. എന്നിട്ട് ചില ആൾക്കാർ പറയുന്നത് കേട്ടോ, ഇന്ന് കല്യാണ വീട്ടിൽ പോയി 3 പായസവും ഞാൻ കുടിച്ച് 2 ഗുളികയും കൂടെ കഴിക്കാൻ കുഴപ്പമില്ലെന്ന്. ഇന്ന് 2 ഗുളിക കഴിക്കാൻ കുഴപ്പമില്ലെന്ന്. ഓക്കെ, അതെന്താണ്, മധുരം കഴിക്കുന്നതുകൊണ്ട് പറയുന്നില്ല.
അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ആരോഗ്യമാണ് എനിക്ക് പ്രശ്നമാവും, ഇനിയിപ്പോൾ മധുരം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടൊരു തോന്നലുണ്ടാകണമെങ്കിൽ നമ്മളെ മൈൻഡ് കൺട്രോളാണ്. അത് നമുക്കവിടെ കൺട്രോൾ ആവുന്നില്ല. ചില ആൾക്കാർ പറയും ഞാൻ ചായയിൽ മധുരമൊന്നും ഇടാറില്ല, ഞാൻ ഫുൾ ഡയറ്റാണ് എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ലഡു ജിലേബിയാണ് കഴിക്കുന്നത് അടുത്ത സൈഡിൽ കൂടെ. ഇതെവിടെയാണ് ഡയറ്റ്? ഇല്ലേ? രണ്ടാണ് ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവർ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഈ എവിടെയോ ഇരിക്കുന്ന യോഗ പഠിപ്പിക്കുന്ന ഞാൻ കൺട്രോൾ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ കാണുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, കഴിക്കേണ്ട വലിയ ചാർട്ട്, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിരുന്നൊരു വലിയ ചാർട്ടൊക്കെ തന്നു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കഴിക്കാറോ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ടൊക്കെ തന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടെ അറിയുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന്? നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും ഇവിടെ ഒരു മാറ്റവും ഇല്ലെന്ന്. ഡയറ്റ് നോക്കിയോ? ഡയറ്റെല്ലാം നോക്കി, എല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറേ കല്യാണം പാല് വെച്ചൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി ഫുഡൊക്കെ തട്ടി. ബാക്കി ദിവസമൊക്കെ ഞാൻ ഡയറ്റ് അടിപൊളിയായിട്ടൊക്കെ നോക്കിയെന്ന് പറയും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഞാൻ ആർക്ക് ഡയറ്റ് കൊടുക്കാറില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തതാണ്. ആ ഒരു തീരുമാനം എടുക്കാൻ യോഗ നിങ്ങളെ സഹായിക്കും. അതാണ് പറഞ്ഞത്. ഞാൻ സഹായിക്കില്ല. നമ്മൾ റെഗുലറായിട്ട് ക്ലാസ്സിന് വരണം. നിങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യും, യോഗ ചെയ്യിപ്പിക്കും. വരുന്നവർക്ക് എല്ലാ രീതിയിലും ഞാൻ പഠിപ്പിക്കും, മാക്സിമം സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് താനേ ഈ തോന്നലൊക്കെ ഉണ്ടായി വരും. ഓക്കെ. ഭക്ഷണ രീതിയിൽ മാറ്റം എന്തെങ്കിലും വരുത്തണോ? നിങ്ങളിപ്പോൾ കഴിക്കുന്ന ആഹാരമൊക്കെ കഴിച്ചാൽ മതി. പിന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക കേട്ടോ. പൊരിച്ചത്, വറുത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. അതും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിനാണ് യോഗ ചെയ്യാൻ പറഞ്ഞത്, അതിനോടുള്ള അഡിക്ഷൻ മാറാൻ വേണ്ടിയിട്ട്. അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെന്ത് ചെയ്യും, നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അടുത്തിരിക്കുന്ന ബേക്കറി അല്ലെങ്കിൽ എന്താണ് അവിടെയൊക്കെ ഇരിക്കുന്ന ഹോട്ടലൊക്കെ എന്ത് ചെയ്യും, മണമൊക്കെ അടിക്കുമല്ലോ, അങ്ങോട്ട് പോവുക, ഇല്ലേ, എന്ന് കഴിച്ച് കളയാം എന്നൊക്കെ തോന്നും. അയ്യോ എൻ്റെ ആരോഗ്യം പോവും എന്ന് നമ്മളെ മനസ്സിൽ അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് നമ്മളെ ചിന്തിക്കണമെങ്കിൽ നമ്മളെ മൈൻഡ്, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് നോക്കില്ലെന്ന് പറഞ്ഞാൽ നോക്കിയിട്ടേ അടങ്ങും. നമുക്ക് ആഗ്രഹമുണ്ട്, നോക്കണ്ടെന്ന് പറഞ്ഞില്ല, നോക്കണ്ട. പക്ഷെ എന്താണെന്ന് കാണാൻ മനസ്സിലിങ്ങനെ എന്താണ് നോക്കണ്ടെന്നറിയാം. എന്നാലും അതാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, യോഗ പഠിപ്പിക്കും. അത് അവിടെ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ ലൈഫിലും മൈൻഡ് കൺട്രോളായ പല ഉപയോഗങ്ങളുമുണ്ട്, ഒരുപാട്. മറ്റ് വ്യായാമ മുറകളെ അപേക്ഷിച്ച് യോഗയ്ക്ക് എന്താണ് പ്രത്യേകത? ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം, ഷട്ടിൽ ബാറ്റ് കളിക്കാം, നടക്കാം, അങ്ങനെ കുറേ എക്സസൈസും ഓടാം, ഒരുപാട് എക്സസൈസും കാര്യങ്ങളും അല്ലാതെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ അല്ലേ. അതിൽ നിന്ന് എന്താണ് യോഗയ്ക്ക് പ്രത്യേകത? നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഫിസിക്കലിയാണ്. ജിമ്മിൽ പോയാൽ നല്ല സ്ട്രോങ് ആവും, നല്ല ബോൾഡാവും, മസിൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവും, നല്ല അടിപൊളിയാവും. ഓക്കെ. നമ്മളവിടെ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ആരെ മുഖത്ത് നോക്കി എന്ത് പറയാനൊക്കെ ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും. ഒരാൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ബോൾഡായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആദ്യം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, ഇപ്പോൾ എന്താണ് നല്ല ബോൾഡായി, ജിമ്മിലെ ട്രെയിനറാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഫ്രണ്ടായാലും ആരായാലും നമുക്ക് ആളിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ആൾ മുഖത്ത് നോക്കി തുറന്നടിച്ച് എന്ത് ചെയ്യും, ബോൾഡായിട്ട് സംസാരിക്കും. യോഗ എന്ന് പറയുന്ന സമാധാനമാണ്. മുന്നിൽ നിൽക്കുന്ന ആളിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊന്നും പറയാൻ തോന്നൂല. നമ്മൾക്ക് ചെറിയ വിഷമമായാൽ അത് വിട്ടുകളയും. എന്നിട്ട് എന്ത് ചെയ്യും, മുന്നിൽ നിൽക്കുന്ന ആളിന് വിഷമം വരുന്ന രീതിയിൽ സംസാരിക്കില്ല. അതാണ് യോഗ സമാധാനം. യോഗ എന്ന് പറയുന്നത് സമാധാനമാണ്. ജിമ്മ് നല്ലതല്ല, കുറ്റം പറയുമല്ല കേട്ടോ, വ്യത്യാസങ്ങൾ പറയുവാണ്. നമ്മൾ മറ്റുള്ള വ്യായാമ മുറകളെ അപേക്ഷിച്ച് യോഗ എന്ന് പറയുന്നത് മെൻ്റലിയാണ് കൂടുതൽ കിട്ടുന്നത്. ഫിസിക്കലി കിട്ടും, ആദ്യം മെൻ്റലിയാണ് കിട്ടുന്നത്, മനസ്സിനാണ് കിട്ടുന്നത്. ബാക്കിയുള്ള വ്യായാമ മുറകൾ നമ്മൾ എന്തൊക്കെ വ്യായാമ മുറ ചെയ്തിട്ടും കാര്യമില്ല, മനസ്സിന് വേണ്ടിയിട്ട് വേറെ എന്ത് വ്യായാമ മുറ ചെയ്തിട്ടും കാര്യമില്ല. അതിന് മനസ്സിനുള്ള റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, യോഗയാണ്. യോഗ ചെയ്യുന്നതിന് പവർ എത്ര ദിവസം നമുക്ക് കിട്ടും? 24 മണിക്കൂർ നമുക്കിപ്പോൾ ഒരു ദിവസം പല്ല് തേച്ച് കുളിച്ചാൽ നമുക്ക് എന്താണ് 24 മണിക്കൂറല്ലേ അതിനുള്ള നമുക്കുള്ള. ചില ആൾക്കാർ 2 നേരം കുളിക്കും, അത് താല്പര്യമുള്ളവർ 2 നേരം കുളിക്കും. അതുപോലെ യോഗ താല്പര്യമുള്ളവർ 2 നേരം ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്യണ്ടേ? അതുപോലെ തന്നെയാണ് യോഗയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട്, അന്നത്തെ ദിവസം ഗുണമുണ്ട്. നാളെ നമ്മൾ കുളിക്കുകയും പല്ല് തേക്കുകയും ചെയ്താൽ അന്നത്തെ ദിവസം ഗുണമുണ്ട്. അതുപോലെ തന്നെയാണ് യോഗ. അങ്ങനെ നോക്കി കാണുക. ഞാൻ എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് പറയുവാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഗർഭിണികൾ യോഗ ചെയ്യാമോ? ഗർഭിണികൾ യോഗ ചെയ്യാം. എല്ലാവരും ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ 10 വർഷം 5 വർഷമൊക്കെ കാത്തിരുന്ന് ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ കുഞ്ഞിനെ കിട്ടുന്നവരുണ്ടല്ലോ, പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട്. അവരൊന്നും യോഗ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടും, മനസ്സിലായില്ല. ബ്ലീഡിംഗ് ഒക്കെ ആവുകയാണെങ്കിൽ ചില ആൾക്കാർ വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ചിലപ്പോൾ ബ്ലീഡിങ് ആവും.
അങ്ങനെയുള്ളവരൊക്കെ ഡോക്ടർ ഓരോ റെസ്റ്റ് എടുക്കാൻ പറയും. വേറെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല. ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് യോഗ ചെയ്യുമായിരുന്നു. മുന്നേ യോഗ ചെയ്യുന്ന ബോഡി ആയതുകൊണ്ട് എൻ്റെ ബോഡി വഴങ്ങി വരും, കുഴപ്പമില്ല. പെട്ടെന്ന് അനങ്ങാതെയൊക്കെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് യോഗയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഉളുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഒന്നാമതെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഉളുക്കലും പിടിക്കലൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് യോഗയും കൂടെ ചെയ്താൽ പ്രശ്നമോ. അതുകൊണ്ട് ഒരു ട്രെയിനറുടെ കീഴിൽ മാത്രം എന്ത് ചെയ്യുക, ചെറിയ രീതിയിലൊക്കെ സിമ്പിളായിട്ടുള്ള യോഗയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഒരുപാട് പാടുള്ള യോഗയൊന്നും എന്തരുത്, ചെയ്യാൻ പാടില്ല. ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഉപയോഗം കിട്ടും? കുഞ്ഞിന് നല്ല ഓക്സിജൻ കിട്ടും. നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് നല്ല ഓക്സിജൻ കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ് കിട്ടും. ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ കിട്ടും. നല്ല ചുറുചുറുപ്പും ആരോഗ്യമുള്ളൊരു നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം എന്താണ്, നമ്മളിങ്ങനെ പ്രാണായാമം ശ്വാസമൊക്കെ ഒരുപാട് എടുത്ത് ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെ ശ്വാസമാണ് കുഞ്ഞിൻ്റെ ശ്വാസം, അറിയാമല്ലോ. എത്രത്തോളം ബ്രീത്ത് എടുത്ത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ നിറയ്ക്കുന്നോ അതെല്ലാം കുഞ്ഞിന് പോകും. കുഞ്ഞ് അതാണ് ശ്വസിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് നല്ല ആരോഗ്യമായിട്ടിരിക്കാനും കുഞ്ഞിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കാനൊക്കെ സഹായിക്കും. അമ്മ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. യോഗ ചെയ്യുമ്പോൾ മനസ്സ് എപ്പോഴും സന്തോഷം, ഉന്മേഷം ഒക്കെ ഉണ്ടാകും. അതൊക്കെ കുഞ്ഞിനെ എന്ത് ചെയ്യും, നല്ലതാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ചില ആൾക്കാർ കേട്ടിട്ടില്ലേ, പ്രഗ്നൻസി സമയത്ത് അമ്മ പോര് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വീട്ടുകാർ സപ്പോർട്ടില്ല, സ്നേഹമില്ലാത്ത ആൾക്കാരെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ് ചില കുഞ്ഞുങ്ങൾ അപൂർവം വൈകല്യമൊക്കെ ഉണ്ടാകുന്നത്. അമ്മയ്ക്ക് സന്തോഷം കിട്ടാതെ വരുമ്പോൾ അതിനെ ആരെ ബാധിക്കും? കുഞ്ഞിനെ ബാധിക്കും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് എത്ര പിണക്കങ്ങളുണ്ടെങ്കിലും അമ്മായിയമ്മമാരും ഇരിക്കുന്നവർ നിങ്ങളുടെ മരുമക്കളോട് എത്ര പിണക്കം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, അവരെ ആ സമയത്ത് കെയർ ചെയ്യുക, സ്നേഹിക്കുക. അത് അമ്മയെ മാത്രമല്ല, അമ്മ വിഷമിച്ച് കരയുവാണെങ്കിൽ അത് കുഞ്ഞിനെയും എന്ത് ചെയ്യും, പ്രശ്നമാണ്. നമുക്കൊരു വൈകല്യമുള്ള കുഞ്ഞാണോ വേണ്ടത്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണോ വേണ്ടതെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക. ആ സമയത്ത് കൊടുക്കേണ്ട സ്നേഹവും പരിപാലനവും ഒക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. എല്ലാ ആൾക്കാരും പറയുന്നത് എന്താണ്, പണ്ട് ഞാൻ കുറേ ജോലിയൊക്കെ ചെയ്തതാണ്, ഇപ്പോഴുള്ള പെൺകുട്ടികൾ അനങ്ങുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് സിസേറിയനൊക്കെ കിട്ടുന്നതെന്നാണ്. ഇപ്പോഴുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരും കുറച്ചും കൂടെ ബുദ്ധിയുള്ളവരാണ്, പണ്ടുള്ള ആൾക്കാരെ പോലെയല്ല. അപ്പോൾ നമ്മൾ പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത് വേറെ രീതിയാണ്. ഇപ്പോൾ ജീവിത രീതി മാറി, അതനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ മാറുക. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പം അമ്മ ആ സമയത്ത് സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. അത് നമ്മൾ കാണുക. ഈ കുഞ്ഞെന്ന് പറയുന്ന ജീവിതകാലം മൊത്തം നമ്മൾ നോക്കാനുള്ളതാണ്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. ഒരു വൈകല്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയാൽ എന്താണ്, സമാധാനത്തോടെ അച്ഛനും അമ്മയ്ക്ക് മരിക്കാൻ പോലും പറ്റൂല, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെ എന്ത് ചെയ്യുക, അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് യോഗ ചെയ്യുന്നത് നല്ലതാണ്. അതും ചുമ്മാ യൂട്യൂബിലൊന്നും കയറി ചെയ്തുകൂടാ കേട്ടോ, അറിഞ്ഞുകൂടാതെയൊന്നും ചെയ്തുകൂടാ. ഒരു ട്രെയിനറുടെ കീഴിൽ ചെയ്യാം യോഗ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ട്രെയിനറുടെ കീഴിലോ വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, യോഗ അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ അതനുസരിച്ച് വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കി ചെറിയ ചെറിയ രീതിയിലുള്ള യോഗ ചെയ്യാം. എത്ര നാൾ ഒരു ട്രെയിനറുടെ കീഴിൽ പഠിക്കണം? 6 മാസം. 6 മാസം ഒരു ട്രെയിനറുടെ കീഴിൽ പഠിക്കണം. സ്ത്രീകൾ പീരീഡ് സമയത്ത് യോഗ ചെയ്യാമോ? പീരീഡ് സമയത്ത് സ്ത്രീകൾ യോഗ ചെയ്യാൻ പാടില്ല. ആ സമയം പീരീഡ് സമയത്ത് നമുക്ക് യൂട്രസിന് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ ഗർഭപാത്രത്തിന് എന്ത് കൊടുക്കണം, റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും, പഴയ ആൾക്കാർ ഒരു ജോലിയും ചെയ്യിപ്പിക്കൂലായിരുന്നു പണ്ട്, അല്ലേ? റെസ്റ്റ് കൊടുക്കുന്ന സമയമായതുകൊണ്ടാണ് ചെയ്യിപ്പിക്കാത്തത്, ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ. അപ്പോൾ ഇന്നത്തെ ആൾക്കാരൊക്കെ ഏകദേശം വരെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ വെയിറ്റൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ യൂട്രസിന് റെസ്റ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഇപ്പോൾ 40 വയസ്സാകുമ്പോഴേ യൂട്രസൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലേ? പണ്ടെന്ന് പറയുന്നത് കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ജോലി ആൾക്കാരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുക ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്, ഹസ്ബൻഡ് വൈഫ് മക്കൾ മാത്രമുള്ള ചെറിയ കുടുംബങ്ങളായി മാറി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി. ആരെയും കുറ്റം പറയുമല്ലോ, എല്ലാവരും മാറ്റങ്ങളുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോൾ എന്താണ്, എത്ര വയ്യെങ്കിലും എണീക്കാൻ വയ്യെങ്കിലും മക്കൾ കരഞ്ഞാൽ നമ്മൾ നോക്കണം, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. എത്ര വയ്യെങ്കിലും നമ്മളെ കാര്യങ്ങളൊക്കെ മുടക്കിയാലും വീട്ടിലുള്ള എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. ഒരു വീട്ടമ്മയുടെ കടമയാണ്. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരം നോക്കാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം കിടന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് പീരീഡ് സമയത്ത് യോഗ ചെയ്യാൻ പാടില്ല. പക്ഷേ പീരീഡ് സമയത്ത് യോഗ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും. അവർക്ക് പ്രത്യേകിച്ച് വേറെ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതായത് യൂട്രസിനെ സ്ട്രെച്ച് ചെയ്യാതെ മെഡിറ്റേഷൻ, പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്, ചെറിയ ചെറിയ പോസ്റ്റേഴ്സ്, ശരീരം അനങ്ങാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പീരീഡ് സമയത്ത് ചെയ്യും. പീരീഡ് സമയത്തുള്ള വേദന യോഗ ചെയ്യുമ്പോൾ മാറും. ഒരു 6 മാസം കറക്റ്റായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പീരീഡ് സമയത്ത് പിന്നെ വേദനയേ ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനെക്കാട്ടിലും ആരോഗ്യമായിട്ടായിരിക്കും പീരീഡ് സമയത്ത് ഇരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. എനിക്കും അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ബ്രസ്റ്റിൽ ഭയങ്കര പെയിൻ ആയിരിക്കും.
അറിയാലോ, ഫീഡ് ചെയ്യാതിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന പെയിൻ അറിയാമല്ലോ. ഫീഡ് ചെയ്യാതിരിക്കുമ്പോൾ നെഞ്ച് നന്നായിട്ട് കല്ലിച്ച് ഭയങ്കര കൈയൊന്നും അനക്കാൻ പറ്റാത്ത പെയിനുണ്ട്. അപ്പോൾ വർഷങ്ങളും കൊണ്ട് പെയിൻ ഇയാൾക്ക്, ഒരു സ്റ്റുഡൻ്റാണ്, വർഷങ്ങളും കൊണ്ട് ഇയാൾക്ക് ഈ പെയിനുണ്ട്. എപ്പോഴാണ് ഈ പെയിൻ വരുന്നത്? പീരീഡ്സ് ആവുന്നതിന് 2 ദിവസം മുന്നേ മുതലേ നെഞ്ചിനൊക്കെ കല്ലിപ്പ് ഭയങ്കര പെയിനാണ്. അപ്പോൾ റെഗുലറായിട്ട് യോഗ ചെയ്തതിലൂടെ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പീരീഡ്സ് ആയതുപോലും അറിഞ്ഞില്ല, ടോയ്ലറ്റിൽ പോയപ്പോഴാണ് അറിയുന്നത് പീരീഡ്സ് ആയെന്ന്. അത്രയും ചേഞ്ച്. അപ്പോൾ ആളെൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ കണ്ണൊക്കെ നിറഞ്ഞതുപോലെ സൗണ്ടിൽ എൻ്റെ അടുത്ത് പറയുകയാണ്, ആ വേദന വന്നവർക്ക് അറിയാവൂ അതിൻ്റെ കഷ്ടപ്പാട്. അത് സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ആ വേദനയെന്ന്. അപ്പോൾ അത്രയ്ക്ക് അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫീസിൽ ഈ ഒരു ക്ലാസ്സിൽ വന്നതിലൂടെ എല്ലാം അങ്ങനെ ഒരു മാറ്റം ആളിന് കിട്ടിയത്. അപ്പോൾ അതിന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത്. അയാൾ കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് മാറ്റം ഉണ്ടായത്. അത് ഏറ്റവും പ്രധാന കാരണമാണ്. നമ്മളെത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല, വരുന്ന ആൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. സുഖമില്ലാത്ത സമയത്ത് യോഗ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പനിയോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്ത് യോഗ ചെയ്യേണ്ട, റെസ്റ്റ് എടുക്കുക കേട്ടോ. വീണ്ടും മടി പിടിച്ച് ആ വഴിക്ക് പോകരുത്. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? യോഗ ചെയ്യണം. ചില ആൾക്കാരെന്ന് പറയുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ 2 ദിവസം പിന്നെ വരില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതോടെ ആ വഴിക്ക് മുങ്ങും. പിന്നെ മടിയായിപ്പോവും. നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു വരണം. കുട്ടികൾ യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ, അവർക്ക് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും, നല്ല ക്യാരക്ടറായിട്ട് വളരാൻ സഹായിക്കും, ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കോൺസെൻട്രേഷൻ കിട്ടും. അതുപോലെ അവർക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനൊക്കെ തോന്നും. ലൈഫിൽ എന്തെങ്കിലും ആവണമെന്നൊക്കെ ഒരു തീവ്രമായ ഒരു ആഗ്രഹങ്ങളിലൊക്കെ അവരിൽ ഉണ്ടായി വരും യോഗയിലൂടെ. വ്യായാമം ചെയ്യാൻ ജിമ്മിൽ പോയാൽ പോരെ? വ്യായാമം ചെയ്യാൻ ജിമ്മിൽ പോയാൽ മതി. മനസ്സിന് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യോഗ ചെയ്യണം. ചില ആൾക്കാർ ജിമ്മിൽ പോകും. ജിമ്മിൽ പോകുന്ന ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും യോഗ ചെയ്യാൻ. കാരണം എന്തിനാണ്? വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജിമ്മിൽ പോകും. പക്ഷെ മനസ്സിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ ജിമ്മെന്ന് പറയുന്നത് ഒരു 40 വയസ്സ് വരെ നല്ലതാണ്. ജിമ്മെന്ന് പറയുന്നത് 40 വയസ്സ് വരെ നല്ലതാണ്. കാരണം ജിമ്മെന്ന് പറഞ്ഞാൽ ഒരു പ്രായം വരെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ 40 വയസ്സായ ഒരാളാണ് നിങ്ങൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നി യോഗ ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സോറി, യോഗയല്ല, ജിമ്മിൽ പോകാൻ തോന്നുവാണ്. നിങ്ങൾ അനങ്ങാതിരിക്കുന്ന ബോഡിയാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ജിമ്മിൽ പോയി വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിൻ്റെ പ്രശ്നമോ? ചെറിയ പ്രായം മുതൽ ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 100 വയസ്സായാലും ജിമ്മിൽ പോവാം. അർത്ഥം മനസ്സിലായില്ലേ? ചെറിയ പ്രായം മുതൽ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണെങ്കിൽ 100 വയസ്സ് വരെ വേണമെങ്കിൽ ജിമ്മിൽ പോവാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 40 വയസ്സായ ഒരാൾ ഒരനക്കം ഇല്ലാതെ ഇരുന്നിട്ട് പെട്ടെന്ന് എവിടെയോ കണ്ട് ജിമ്മ് കൊള്ളാം, വർക്കൗട്ട് ചെയ്യാൻ പോകാം, വെയിറ്റ് കുറയ്ക്കാമെന്ന് തോന്നി നമ്മൾ ഓടി പോകുമ്പോൾ നമുക്ക് പണി കിട്ടും. ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്? ഓടിപ്പോകരുത്. അല്ലെങ്കിൽ അത്രയും നല്ലൊരു ട്രെയിനർ ആയിരിക്കണം അവിടെ ഉള്ളത്. എങ്കിൽ കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പതിയെ കാര്യങ്ങളിലോട്ട് പോകണം. ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മസിൽ സ്ട്രെങ്ത് കുറയും. യൂട്രസൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? പുറത്തോട്ട് വന്ന് തുടങ്ങും ചില ആൾക്കാർക്ക്. ഇപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരുപാട് വെയിറ്റൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ യൂട്രസൊക്കെ പുറത്ത് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ജിമ്മിനെ ഞാൻ കുറ്റം പറയുമല്ലോ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകരുതെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത്രയും നല്ല ട്രെയിനറാണെങ്കിൽ സമാധാനത്തിൽ ചെയ്യാം. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ് അറിയോ? നമ്മളിപ്പോൾ യോഗ ചെയ്യാം, യോഗ എന്നാണ് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് വെയിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും അത് ചെയ്യണമെന്ന് തോന്നും. അവിടെ നോക്കല്ലെന്ന് പറയാൻ നോക്കുന്ന പാർട്ടികളാണ്. അപ്പം പിന്നെ അറിഞ്ഞൂടെ? തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒരുപാട് വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യണമെന്ന് തോന്നും. പറ്റിയില്ലെങ്കിലും ചെയ്യും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാക്കും. 2 ദിവസം അടക്കണം ഹോസ്പിറ്റലിൽ അല്ലേ? പിന്നെ ആ വഴിയെ പോവോ? ജിമ്മിൽ പോവോ? ഇല്ല. ഇപ്പോൾ യോഗയാകുമ്പോൾ എന്ത് ചെയ്യും? സമാധാനത്തിൽ നമുക്കിരുന്ന് ചെയ്യാനൊക്കെ പറ്റും. സ്ത്രീകൾ 40 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും സ്ത്രീകൾ എന്ത് ചെയ്യണം? 40 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? യോഗ ചെയ്യണം. അവിടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരും. ആ മസിൽ സ്ട്രെങ്ത് നമ്മുടെ മസിലിന് സ്ട്രെങ്ത് ഉണ്ടാകാൻ എന്ത് ചെയ്യും? യോഗ സഹായിക്കും. യോഗ ചെയ്യുന്ന സമയം ചിലപ്പോൾ തല കറക്കോ ക്ഷീണമോ ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും യോഗ ചെയ്തുകൊണ്ടിരിക്കരുത്. കുറച്ച് സമയം ഇരിക്കുക, അല്ലെങ്കിൽ കിടന്ന് കണ്ണടച്ച് ബ്രീത്തിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യുക. ഇനിയിപ്പം ട്രെയിനർ അവിടെ ഇരിക്കുകയല്ലേ, കാണുമല്ലേ, ഇനിയിപ്പോൾ റെസ്റ്റ് ഒന്നും എടുക്കണം, നാണക്കേടാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. യോഗ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ പെട്ടെന്ന് നന്നായിട്ട് നടക്കുന്നതനുസരിച്ച് തലയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് പോകുന്നതനുസരിച്ച് ചിലപ്പോൾ തലകറക്കമൊക്കെ ഉണ്ടാവും. നോർമലാണത്.
അപ്പം നമ്മളാരും യോഗ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ തലയൊക്കെ ഇങ്ങനെ പെരുത്ത് കയറും, ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു കറക്കം പോലെയൊക്കെ തോന്നും. അപ്പം നമ്മൾ കുറച്ച് സമയം കിടന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. നോർമലാണത്, പ്രശ്നമൊന്നുമില്ല. യോഗ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വസ്ത്രമാണ് ഉപയോഗിക്കേണ്ടത്. യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വസ്ത്രം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. കംഫർട്ടബിൾ എന്ന് പറയുന്നത് പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ കൈയും കാലം ഉയർത്താനും ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടുവാണെങ്കിൽ ലൂസായിട്ടുള്ളത് ഇടണം. സൂര്യ നമസ്കാരമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പാൻറ്റും ടീഷർട്ടും തന്നെ ഇടണമെന്ന് ഞാൻ നിർബന്ധം പറയും. കാരണം കാലം കൈ ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് വയ്ക്കുമ്പം ചിലപ്പോൾ ഡ്രസ്സൊക്കെ തട്ടി വന്ന് വീഴുവാണെങ്കിൽ മൂക്കിടിച്ചേ വീഴുള്ളൂ. അത് സൂര്യ നമസ്കാരം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. നമ്മളിങ്ങനെ കമിഴ്ന്ന് ആണ് ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. കയ്യോ കാലോ വല്ലതും തെന്നി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ മുഖം പോയി അടിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് റിസ്ക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡ്രസ്സിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാം. സ്ഥലം എങ്ങനെ തിരഞ്ഞെടുക്കണം, സ്ഥലം നല്ല വൃത്തിയുള്ളതും പൊടിപടലങ്ങളൊന്നുമില്ലാത്ത നല്ല സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുക. വായു സഞ്ചാരമുള്ളതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ രാവിലെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തുറസായ സ്ഥലത്തൊക്കെ ഇരുന്ന് ചെയ്യാം. രാവിലെ വെളുപ്പിനൊന്നും നിങ്ങൾ ഒരിടത്തും പോയി ഇന്നും ചെയ്യരുത്. അറിയില്ല, സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ വില കുറവാണ്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ചെയ്യണേന് നല്ലത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്. യോഗ രാവിലേക്ക് 5 മണിക്കൊക്കെ നമ്മൾ ഓപ്പൺ പ്ലേസിലൊക്കെ പോയിരുന്ന് ചെയ്താൽ നല്ല ബ്രീത്തൊക്കെ കിട്ടും വീട്ടിനകത്തിരുന്ന് ചെയ്യുന്നേക്കാട്ടിൽ. അപ്പോൾ ഏകദേശം എല്ലാവരെയും കയ്യിലും കഴുത്തിലൊക്കെ ചെറിയ പൊട്ടും പൊടിയൊക്കെ കാണുമല്ലോ. അതുകൊണ്ട് പറഞ്ഞത് പുറത്തൊന്നും പോയിരുന്ന് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇപ്പം പറ്റുന്നത് പോലെ വീട്ടിനകത്തിരുന്ന് ചെയ്താൽ മതി. സ്വർണ്ണം ഓരോ ദിവസം കഴിയുന്നതോറും വില കുറഞ്ഞ് വരുവാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ വിലയൊക്കെ കുറയുന്നവർ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ 7 മണിക്ക് ശേഷം പുറത്തിരുന്ന് ചെയ്യരുത്. അറിയാലോ, ആ സമയത്ത് മരങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് നമ്മൾ വലിച്ചെടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് 7 മണിക്ക് ശേഷം പുറത്തിരുന്ന് ചെയ്തത് വീട്ടിനകത്തിരുന്ന് യോഗ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന വെയിലുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിറ്റാമിൻ ഡി ഒക്കെ നമുക്ക് കിട്ടും. നല്ല ഉപയോഗമുണ്ട്. നമ്മളെല്ലാവരും പാവപ്പെട്ട വീട്ടമ്മമാരാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല അല്ലേ. വീട്ടിനകത്തിരുന്ന് ചെയ്യുന്ന വഴി നമുക്ക് പറയും, ദൈവത്തിന് പറയും. അതിൻ്റെ ഇടയ്ക്ക് ഇനി എവിടെയെങ്കിലും പോയും കൂടെ ഇരിക്കാൻ പറ്റുമോ? നോർമലി ഞാൻ പറയുവാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറയുവാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും വീട്ടമ്മമാരാണ് കൂടുതൽ നമ്മൾ ക്ലാസ്സിൽ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ മാക്സിമം ആരും പുറത്തൊന്നും പോയിരുന്ന് ചെയ്യേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പോയപ്പോൾ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ആഴ്ചയിൽ എത്ര ദിവസം യോഗ ചെയ്യണം? കുറഞ്ഞത് 3 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് യോഗ ചെയ്യണം. 7 ദിവസം ചെയ്താൽ നല്ലത്. ഏറ്റവും നിർബന്ധമായിട്ട് 3 ദിവസമെങ്കിലും യോഗ ചെയ്യണം. യോഗ ചെയ്യുന്നവർ അരമണിക്കൂർ നടക്കുന്നതും കൂടെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, ഒറ്റയടിക്കൊന്നും നടക്കുന്നതല്ല, കുറച്ച് സമയം ബ്രീത്തിലൊക്കെ ശ്രദ്ധിച്ച് നടക്കുക. ആദ്യമൊന്നും ബ്രീത്തൊന്നും കിട്ടൂല. വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടോ ഒക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കുക. കൂട്ടത്തോടെ നടന്നില്ലെങ്കിൽ സാരമില്ല, ഒറ്റയ്ക്ക് നടക്കുക. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം. ഒറ്റയ്ക്ക് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഒന്ന് നടന്നൊക്കെ പോവുക. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്രീത്തിൽ ശ്രദ്ധിച്ച് നടക്കുക. യോഗയും നടത്തവും കൂടെ ഒരുപാട് ദൂരമൊന്നും നടക്കണ്ട, കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്ന് ഒന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. യോഗ ചെയ്യുന്നവർക്ക് ആരോഗ്യം നിലനിർത്തുമെന്നാണ് പറയുന്നത്. സൗന്ദര്യം, ആരോഗ്യമൊക്കെ നിലനിർത്തും, വയസ്സാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം യോഗ ചെയ്യുന്നവർക്ക് യുവത്വം നിലനിർത്തുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം തലമുടി നരക്കില്ല, വയസ്സാവില്ല എന്നൊന്നും, പ്രായം കൂടില്ല എന്നല്ല. പ്രായമായാലും നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്ക് പഴയ ഒരു പ്രായത്തിലോട്ടുള്ളൊരു ചുറുചുറുപ്പും ആരോഗ്യവും ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തലമുടി നരക്കില്ല. നമ്മൾ 90 വയസ്സോ 60 വയസ്സോ ആയിക്കഴിഞ്ഞാൽ 18 വയസ്സുകാരെ പോലെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ഓരോ പ്രായം കഴിയുന്തോറും നമുക്ക് സ്കിന്നിലായാലും നമ്മുടെ മുഖത്തായാലും ഒക്കെ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ നമുക്ക് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനെയാണ് പറയുന്നത് യുവത്വം നിലനിർത്തുമെന്ന് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കാം, 80 90 വയസ്സായ അമ്മച്ചിമാരും പ്രായമുള്ള ആൾക്കാരൊക്കെ തലകുത്തനെ കൈയും കാലും പൊക്കി നിൽക്കുന്നുണ്ട്. അയ്യോ, നമുക്കിവിടെ കാല് പൊക്കാനേ വയ്യ അല്ലേ, 30 40 വയസ്സായപ്പോഴേ വയ്യ. അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? മാജിക്കാണോ? അത് മാജിക്കല്ല. അവർ ചെറിയ നാൾ മുതലേ റെഗുലറായിട്ട് യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മസിൽ സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് 40 വയസ്സാകുമ്പോൾ മസിൽ സ്ട്രെങ്ത് കുറയും. അവർ അത്രയ്ക്ക് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അവർ ബോഡിയൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാജിക്കൊന്നുമല്ല, അവരുടെ ഡെഡിക്കേഷനാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത് യോഗ ചെയ്യുന്നതിലൂടെ ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടാൻ സഹായിക്കും. ഡിപ്രഷനുള്ളവർക്ക് ഡിപ്രഷൻ മാറും. ഡിപ്രഷൻ എന്ന ഓവർ തിങ്കിങ്, ചുമ്മാ ആവശ്യമില്ലാതിരുന്ന് ചിന്തിച്ച് കൂട്ടുക, നാളത്തെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിട്ടുകളയാം. ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും വിട്ടുകളയാം.
അപ്പോൾ നിങ്ങൾക്ക് അതെന്താ അങ്ങനെ പറഞ്ഞു? ഇന്നലത്തെ ദിവസം എനിക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. ഇന്നലത്തത് കഴിഞ്ഞു പോയി. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? പ്രാക്ടിക്കലായിട്ട് എടുക്കുക. ആ ഒരു പ്രശ്നം എനിക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇനി ആ ഒരു പ്രശ്നത്തിൽ പോയി വീഴരുത്. ബുദ്ധിപൂർവ്വം നിങ്ങൾ അങ്ങനെ എടുക്കുക. അയ്യോ എനിക്ക് ഇന്നലെ അങ്ങനെ സംഭവിച്ച്, ഇനി എന്ത് ചെയ്യും? ഇന്നലെ എനിക്ക് അങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യും? ഇത് വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാറ്റി തരാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇന്നലത്തെ ദിവസം നമുക്ക് കിട്ടുമോ തിരിച്ച്? ഇല്ല. ഇന്നെന്താണ്, ഇനി അടുത്തെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വിഷമം ഉണ്ടാവില്ല ലൈഫിൽ. ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ നിങ്ങൾ യോഗ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് താനെ മനസ്സിലായിക്കോളും കേട്ടോ. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് മനസ്സിലായിക്കോളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? ഓവർ തിങ്കിങ് മാറണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഇന്നലത്തെ കാര്യം ചിന്തിക്കരുത്. ഇന്നെന്താണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ പല കാര്യങ്ങളും സംഭവിച്ച് കഴിഞ്ഞു. അതിനൊരു പ്രാക്ടിക്കലായിട്ട് എടുക്കുക. അതെനിക്ക് പണി കിട്ടി, ഇനി ആ പണി മേടിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം എന്ന് ബുദ്ധിപൂർവ്വം അടുത്ത സ്റ്റെപ്പ് എടുക്കുക. ലൈഫിൽ തോറ്റുപോയി, ഇന്നലെയല്ലേ തോറ്റത്, ഇനി സമയം കിടക്കുമല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കാമല്ലോ. ഹാർഡ് വർക്ക് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കും തോക്കും, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും തോക്കും. അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളൊരു കുട്ടി എണീച്ചു നടന്നു വന്നു വീണു, വീണ്ടും എണീച്ചു നടന്നു വന്നു വീണു. ചിലപ്പോൾ ഇടിയിട്ടും ചിലപ്പം കരയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അയ്യോ എൻ്റെ കുഞ്ഞ് വീണല്ലോ, അതുകൊണ്ട് ഇനി നടക്കണ്ടെന്ന് പറഞ്ഞ് എന്നും എടുത്തുകൊണ്ട് നടക്കുമോ? തൊട്ടിൽ പിടിച്ച് കിടത്തുമോ? ഇല്ല. റെഗുലറായിട്ട് നടന്ന് വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ദിവസം കാല് ഊന്നി അടിപൊളിയായിട്ട് നടക്കും അല്ലേ. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ആട്ടം നിൽക്കും, അത് കുറച്ചും കൂടെ കാല് പതിച്ച് നടക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിടിച്ചാൽ കിട്ടൂല അല്ലേ. ഓട്ടം നമ്മൾ പുറകെ കിടന്ന് ഓടണം. ആ ഒരു ലെവലിലോട്ട് പോകുക. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, വീഴുമ്പോൾ എണീക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും? എണീച്ച് നിൽക്കും, പിന്നെ ഓടും. പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. ഇപ്പം നമ്മളെ കളിയാക്കുകയും നമ്മളെ അപമാനിക്കുകയും നീ ഒന്നും ആവൂല, ബിഗ് സീറോ ആണെന്ന് പറഞ്ഞ് വരച്ച് കളഞ്ഞ് നമ്മളെ താല്പര്യമില്ലാതെ വെട്ടി മാറ്റിയ ആൾക്കാരെന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ പുറകെ വന്ന് നിൽക്കും, നമ്മളെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ നമ്മളെ സംസാരം ഒന്ന് കേൾക്കാൻ. ഇവളെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് നമ്മളൊന്ന് നോക്കും. അതാണ് നമ്മുടെ അഭിമാനവും വിജയവും എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? നാളത്തെക്കുറിച്ച് ഇന്ന് എന്താണെന്ന് ചിന്തിക്കുക. ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ട് കിടന്നുറങ്ങുക. ഇന്നലെ എനിക്ക് അങ്ങനെ ആയിരുന്നല്ലോ, എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് കിടന്നുറങ്ങാതെ എന്ത് ചെയ്യുക? ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. പറ്റിയല്ലോ, ഇനി അതിനെ തിരുത്താൻ പറ്റൂല. ചില തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വിട്ട് കളയുക. പോട്ടെ, അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നല്ലതായിട്ട് അതിന് മാറ്റം വരുത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ചെയ്താൽ സഹായിക്കും കേട്ടോ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് യോഗയിലൂടെ സഹായിക്കും. യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറാനും, പീരീഡ് സമയത്തുള്ള പെയിൻ കുറയ്ക്കും. കറക്റ്റായിട്ട് പീരീഡ് ആവാത്തവർക്ക് പീരീഡ് ആവും. കുഞ്ഞുങ്ങൾ കിട്ടാത്തവർക്ക് ഓവുലേഷനൊക്കെ കറക്റ്റ് ആവുന്നതിനും കുഞ്ഞുങ്ങൾ കിട്ടാനൊക്കെ സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ജെൻസിന് ഇപ്പോൾ കൗണ്ട് കുറവൊക്കെ ആണെങ്കിൽ യോഗ ചെയ്യുന്നതിലൂടെ കൗണ്ട് കൂടാനൊക്കെ സഹായിക്കും. ആവശ്യമുള്ള മെഡിസിനൊക്കെ വാരി ശരീരത്തിൽ കയറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? യോഗയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക? യൂട്രസ് സംബന്ധമുള്ള പ്രശ്നങ്ങൾ, കൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ യോഗയിലൂടെ മാറ്റാൻ പറ്റും. വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യോഗയിൽ നിൽക്കാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക? വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ചുമ്മാ ആദ്യമേ ഉള്ള മരുന്നുകളൊക്കെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ ഒന്ന് യോഗ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഞാനും ഡെലിവറി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞ് കിട്ടുന്നത്. ലേറ്റായിട്ടാണ് കിട്ടുന്നത്, 2 വർഷമായിട്ട്. ഞാൻ 1 മാസം യോഗ ചെയ്തപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. 1 മാസം ഞാൻ യോഗ ചെയ്തപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. ആദ്യം കുഞ്ഞ് കിട്ടി 4 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ റെഗുലറായിട്ട് വീണ്ടും യോഗ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ യൂട്രസ് കണ്ടീഷനാണ്, എപ്പോഴും വേണമെങ്കിലും നമുക്കൊരു അമ്മയാവാൻ പറ്റും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലൂടെ നമുക്ക് ചാൻസ് കൂടുതലാണ്. അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പം എനിക്കൊരു മാസം ചെയ്തപ്പോൾ തന്നെ കിട്ടി. അത് ചെറിയ എന്തോ യൂട്രസിനകത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി 1 മാസമായപ്പോൾ. ചില ആൾക്ക് ചിലപ്പോൾ 6 മാസം യോഗ ചെയ്യണമായിരിക്കും. അത്രയും ക്ഷമയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. നമ്മൾ ആശുപത്രിയിൽ പോയി എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കും, എത്ര വില കൂടിയ മരുന്നുകൾ വേണമെങ്കിലും ശരീരത്തിൽ കുത്തിവയ്ക്കും അല്ലേ. പക്ഷേ യോഗ ചെയ്യാൻ മടിയാണ്. ചെയ്ത് നോക്കണം. നമ്മൾ വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. ചെയ്ത് നോക്കുക. ഒരു 6 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ യോഗ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 പേര്
കല്യാണം കഴിഞ്ഞിട്ട് PCOD ആയിരുന്നു. ഒരു വർഷം 2 വർഷമൊക്കെ കുഞ്ഞുങ്ങൾ കിട്ടാത്തവരാണ്. അവർ കറക്റ്റായിട്ട് ഒരു 6 മാസം വരെ യോഗ ചെയ്തപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയി. അതുപോലെ തന്നെ അവർ ഒരാൾക്കൊരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ ആൾ രണ്ടാമത് ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്നു. ആദ്യത്തെ കുഞ്ഞിന് 2 വയസ്സൊക്കെ ആയപ്പോൾ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു 6-7 മാസമായി. അന്ന് യോഗ ചെയ്തപ്പോൾ യൂട്രസ് ഓക്കെ ആയി. അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞ് കിട്ടി. PCOD ഒക്കെ ഉണ്ടാക്കി പ്രഗ്നൻ്റ് ആയാലും അബോർഷൻ ആയിപ്പോവും. കാരണം ആ വേസ്റ്റൊക്കെ കിടക്കുമ്പോൾ PCOD ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, കുഞ്ഞിനെ വളരാൻ പറ്റില്ല. ഒരുവിധം കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ അതിനെ നശിപ്പിക്കുക കുഞ്ഞിന്. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന ഒരു ലേഡി യോഗ ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസിനെ കണ്ടീഷനാക്കും. അതിനകത്ത് വേസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള, ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള നല്ലൊരു ഹെൽത്തി ആരോഗ്യമുള്ളൊരു യൂട്രസ് രൂപാന്തരപ്പെട്ട് വരും. അപ്പോൾ അതിനകത്തൊരു കുഞ്ഞിന് വളരാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അടുത്ത് ഞാൻ ഇപ്പോൾ വർഷങ്ങൾ കൊണ്ട് യോഗ ചെയ്യുവാണ്. ഞാനിപ്പോൾ 5 വർഷം കൊണ്ട് യോഗ ചെയ്യുവാണ് എന്ന് വയ്ക്കുക. ഞാൻ യോഗയിലോട്ട് വന്നിട്ട് 5 വർഷമായി. 5 വർഷം കൊണ്ട് നമ്മൾ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഇപ്പോൾ യോഗ ചെയ്യുന്നില്ല. പെട്ടെന്ന് ഞാൻ യോഗ ക്ലാസ്സിൽ പോയി അല്ലേ. ഞാൻ പെട്ടെന്ന് യോഗ ക്ലാസ്സിൽ പോയപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ 5 വർഷം കൊണ്ട് യോഗ ചെയ്യുന്ന പുള്ളിയാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് യോഗ ചെയ്യാമോ? ചെയ്തുകൂടാ. അങ്ങനെ നമ്മൾ ഒരാഴ്ച വരെ നിർത്തി പറ്റണത് മാത്രം ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പതിയെ എന്ത് ചെയ്യണം, യോഗയിലോട്ട് വരണം. അല്ലാതെ ഒറ്റയടിക്ക് മുന്നേ നമ്മൾ കുറേ യോഗ ചെയ്തതാണെങ്കിലും കുറേ നാൾ യോഗ ചെയ്യാതിരിക്കും ബോഡിയൊക്കെ ഒന്ന് ഉറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരാഴ്ച വരെ സമാധാനത്തിൽ ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആക്കി. ഞാനിപ്പോൾ ഇടയ്ക്ക് യോഗ ക്ലാസ്സിന് ഞാൻ പേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പം 1-2 ആഴ്ച, ഒരു മാസമൊക്കെ ചിലപ്പോൾ ബ്രേക്ക് വരും, കുഞ്ഞിന് വയ്യാണ്ടാകുമ്പോൾ പോകാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ യോഗ ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് 12 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റില്ല. ആദ്യം പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ 1-2 ആഴ്ച 3-4 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്തിട്ട് മിണ്ടാതിരിക്കും. അപ്പോൾ അടുത്തോട്ട് നിൽക്കുന്ന എല്ലാവരും ചെയ്യും, ഞാൻ മിണ്ടാതെ നിൽക്കും. കാരണം നമ്മൾ ആരോഗ്യമാണ് വലുത്. നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ 12 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യുക, ആരോഗ്യം വീഴും. ആരോഗ്യം ഇല്ലെന്നല്ല, നമ്മൾ ആ ലെവലിലോട്ട് വരും. നമ്മൾ പെട്ടെന്ന് ഈഗോ കാണിക്കാൻ പാടില്ല. ഞാൻ യോഗയൊക്കെ ചെയ്യുന്ന ആൾ തന്നെ എനിക്ക് പറ്റും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കുക. നമുക്ക് എന്താണോ പറ്റുന്നത്. ചില ദിവസം നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റൂ, കുറച്ച് ചെയ്തിട്ട് മിണ്ടാതിരിക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളാരെയും ബോധ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. മറ്റുള്ളവരെ നമ്മൾ കാണിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ. അതുകൊണ്ട് നിങ്ങളായാലും യോഗ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, കുറച്ചൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുത്തിട്ട് പതിയെ ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ പിന്നെ അങ്ങ് സ്പീഡ് കൂട്ടാം. പിന്നെ പഴയതിനെക്കാട്ടിലും ബോഡി ഓക്കെ ആയിട്ട് വരും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി എല്ലാവർക്കും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഏകദേശം എൻ്റെ നോട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ സംശയങ്ങളൊക്കെ എഴുതി ഒരു നോട്ട്സ് തയ്യാറാക്കി അത് വച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യോഗയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, യോഗ ചെയ്താൽ മാറുമോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയമില്ലേ? ചോദിച്ചോളൂ. ക്യാമറ ഓണാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലാതെ മ്യൂട്ട് ഓണാക്കിയിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ആരും മിണ്ടുന്നില്ല, എന്ത് പറ്റി? ഹലോ. ഒരാൾ ഓണാക്കി, പറഞ്ഞോ. നോമ്പിന്റെ സമയത്ത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? നോമ്പിന്റെ സമയത്തോ? നമ്മള് 5 മണിന് മുന്നേ അത്താഴം കഴിക്കുമല്ലോ, പിന്നെ ഭക്ഷണം ആയി കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് ചെയ്യാൻ പറ്റുമോ? നോമ്പിൻ്റെ സമയത്ത് ചെയ്യേണ്ട യോഗ റെക്കോർഡ് ക്ലാസ് വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈവിൽ കയറിയാൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ നോമ്പ് സമയത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുന്ന റെക്കോർഡ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ക്ലാസ് ചെയ്തിട്ടുണ്ട്, 45 മിനിറ്റ്. ആ റെക്കോർഡ് ക്ലാസ് നമ്മൾ എന്ന് ഗ്രൂപ്പിലിടും, അത് കണ്ട് ചെയ്താൽ മതി. ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ക്രിസ്ത്യനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ നോമ്പിനെ കുറിച്ച് അങ്ങനെ സമയം അങ്ങനെയൊന്നും പിടുത്തമില്ല. പിന്നെ എല്ലാവർക്കും, എനിക്ക് കുറച്ച് മലപ്പുറത്തുള്ള സ്റ്റുഡൻസ് ഉണ്ട്, മുസ്ലിംസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നോമ്പ് സമയത്ത് യോഗ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ നോർമൽ ക്ലാസ്സിൽ വന്ന് യോഗ ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് വയ്ക്കും. നമ്മളെ ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ വിശപ്പ് വയ്ക്കും. കാരണം ഇവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കണം വിശന്ന്. അല്ല, അവരുടെ നോമ്പ് മുറിക്കുക ഇത്രയും സമയം വെള്ളം പോലും കുടിച്ചുകൂടാ. അതുകൊണ്ട് നമ്മളെ ക്ലാസ്സിലോട്ട് ഞാൻ അങ്ങനെ വരാൻ പറയൂല. അതിന് പകരം ഞാൻ റെക്കോർഡ് ക്ലാസ് പേഴ്സണലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 45 മിനിറ്റ്. അപ്പോൾ 45 മിനിറ്റ് അവർ ചെയ്യുമ്പോൾ തന്നെ എനർജിക്കാവും. ശരീരം അനങ്ങുന്നതല്ല, മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടുന്നതിനും മെഡിറ്റേഷൻ, പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ്, ലെൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് ഒരു 45 മിനിറ്റ് യോഗ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് റെക്കോർഡ് ചെയ്യുന്ന ഗ്രൂപ്പിലിടും. അത് കണ്ട് തൽക്കാലം നോമ്പ് തീരുന്നവരെ അത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ലൈവിലോട്ട് വരണം. എന്തായാലും 5 മണി തൊട്ട് 6 മണി വരെയാണ് യോഗ രാവിലെ. ആ സമയം ഇവർ യോഗ ആ സമയമാകുമ്പോഴും പറ്റൂല. വൈകിട്ട് 7 മണി തൊട്ട് 8 മണി വരെ ആകുമ്പോഴും നോമ്പ് മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന സമയമാകുമ്പോഴും പറ്റില്ല. രാവിലെ 11 മണിക്ക് പറ്റില്ല, ആ സമയം നോമ്പാണ്. അതുകൊണ്ടാണ് റെക്കോർഡ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൽക്കാലം നോമ്പ് തീരുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു റെക്കോർഡ് ക്ലാസ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലൈവിലോട്ട് യോഗയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്ക് അതേ നാളത്തെ ഡ്യൂട്ടിക്ക് പോകും. 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പത്തിന് വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനുള്ളത്. അപ്പൊ റെക്കോർഡ് ക്ലാസ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ, വൈകിട്ട് 7 മണിയാവും വീട്ടിലെത്താൻ. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും നീ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അവസാനം. സ്വപ്ന ഇനി മറ്റേ ക്ലാസ്സിന് കയറാൻ പറ്റുമോ? അത് ഇനി ഫ്രീ ക്ലാസ് ഉണ്ടാവും ഒരാഴ്ച, അത് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയാ? ഇനി ഫ്രീ ക്ലാസ് ഇല്ല. ഈ ഫ്രീ ക്ലാസ് ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി 300 രൂപ ഫീസ് അടച്ചിട്ട് കയറണം. അപ്പൊ ഫ്രീ ക്ലാസ്സിന് 2 ദിവസമേ കയറാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ല. ഇവിടെ ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് ഡെമോയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിഷ്ടപ്പെട്ടോ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഡെമോ ക്ലാസ് മാത്രമാണ്. ഈ ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് ഈ മാസത്തെ അവസാനത്തെ ഒരാഴ്ച ഫ്രീ ക്ലാസ് കൊടുത്തു. ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത മാസം പുതിയ ബാച്ചാണ്. അപ്പോൾ ഇന്ന് മാർച്ച് 1 അല്ലേ, അപ്പോൾ നാളെ മുതൽ പുതിയ ബാച്ചാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ 300 രൂപ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഫീസാണ്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്ന അത്യാവശ്യം ബുദ്ധിയും വിവരമുള്ളവർക്കറിയാം യോഗയുടെ യഥാർത്ഥ റേറ്റ് എത്രയാണെന്ന്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സാധാരണ ചില ആൾക്കാർ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും, എന്താടാ 300 രൂപ ഫീസ് അടച്ചാലേ ഇന്ന് അടച്ചാൽ മതിയോ? ഇന്ന് അടച്ചാൽ മതി. ഇന്ന് അടച്ചാൽ നാളെ മുതൽ ക്ലാസ്സിന് കയറാം. വേറെ ഗ്രൂപ്പ് ഉണ്ട്, അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ അടച്ചാൽ നമ്മളെ പേരൊക്കെ അയച്ചു തരണം. സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഗ്രൂപ്പിലോട്ട് ഫീസ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് പേരും കൂടെ ഇട്ടിരുന്നാൽ മതി, ആഡ് ചെയ്യാം. എന്താണ് ഇപ്പോഴുള്ള ഫ്രീ ക്ലാസ്സിൽ ഇട്ടാൽ മതി. അതെ പെയ്ഡ് ക്ലാസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും? ഇല്ല. ഓക്കെ, വേറെ കോളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. 1-2 പേരൊക്കെ ഫീസ് അടച്ചിട്ട് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇനി ട്രെയിനർ മുങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. രാവിലെ വെളുപ്പിന് 5 മണിക്കാണ് മാം ക്ലാസ് തുടങ്ങുന്നത്. രാവിലെ 5 മണി മുതൽ 6 മണി വരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ശനി വരെയാണ് ക്ലാസ്. ഒരു മാസത്തേക്ക് 300 രൂപ, ഒരാഴ്ചത്തേക്കല്ല 300 രൂപ, ഒരു മാസത്തേക്കാണ്. ചില ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കും ഒരു ആഴ്ചത്തേക്കാണോ 300, ഒരു മണിക്കൂറത്തേക്കാണോ 300. അതിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ വാങ്ങുന്നവരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാസത്തേക്ക് 300 രൂപയാണ് ഫീസ്. തിങ്കൾ മുതൽ ശനി വരെ ഉണ്ട് ലൈവ് ക്ലാസ്. തിങ്കൾ മുതൽ ശനി വരെ ലൈവ് ക്ലാസ് ഉണ്ട്. തിങ്കൾ മുതൽ ഞായർ വരെ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് റെക്കോർഡ് ചെയ്ത് നാളെ ഇട്ട് കൊടുക്കും ഗ്രൂപ്പിൽ. റെക്കോർഡ് ക്ലാസ് 24 മണിക്കൂർ ഓപ്പണാണ്. എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടമുള്ള സമയം എപ്പോഴാണോ ചെയ്യാം. ലൈവിൽ വരാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഇനി ഒരു നേരം ലൈവും ചെയ്യണം, ഒരു നേരം റെക്കോർഡും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 നേരം ലൈവിൽ വരണമെങ്കിൽ അങ്ങനെയും വരാം. ഇങ്ങനെയൊക്കെയുള്ള ഓഫർ ആരും എടുക്കും. 2 നേരം ലൈവിൽ വരണമെങ്കിൽ അങ്ങനെ വരാം. രാവിലെ വൈകിട്ട് ലൈവിൽ വരണമെങ്കിൽ അങ്ങനെ വരാം. നല്ല വണ്ണവും വയറും വെയിറ്റും ഒക്കെ ഉള്ളവരെങ്കിൽ വന്നോളൂ. 2 നേരം വേണമെങ്കിലും വരാം ലൈവിൽ.
കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണ്, എനിക്ക് 2 നേരം ലൈവിൽ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഇഷ്ടമാണ്. സാധാരണ ഒരു നോർമൽ ക്ലാസ്സിലെന്ന് പറയും വേറുള്ള ആൾക്കാർ അങ്ങനെ കേട്ടില്ല, ഒരു നേരം കയറ്റി. എനിക്കെന്ന് പറയുന്നത് 2 നേരം ആയാലും എൻ്റെ ക്ലാസ്സിൽ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താണ്, എൻ്റെ ക്ലാസ് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ വരുമോ? ഒരു ചെറിയൊരു ഫോണ് നമ്മളെ വീട്ടിനകത്ത് തുറന്ന് വെച്ച് യോഗ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ആ ക്ലാസ് ഇഷ്ടപ്പെടണം. അതിലുപരിയായിട്ട് പഠിപ്പിക്കുന്ന ട്രെയിനർ കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമേ വരൂ. അല്ലെങ്കിൽ വരുമോ? എന്തെല്ലാം ജോലിയുണ്ട്, ഫോണിൽ ചുമ്മാ ഒന്നുമില്ലെങ്കിൽ റീൽസെങ്കിലും കണ്ടുകൊണ്ടിരുന്നൂടെ. പക്ഷേ നമ്മുടെ ആ ക്ലാസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആ ട്രെയിനർ കംഫർട്ടബിൾ ആയതുകൊണ്ടുമാണ് 2 നേരം 3 നേരം അതിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ വരാനേ പറയൂ എല്ലാവരുടെ അടുത്തും. ഓക്കെ, ചില ആൾക്കാർ എൻ്റെ സൗണ്ട് കേൾക്കാൻ വരുന്നവരുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടാൽ അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർക്ക് നമുക്ക് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാവും ലൈവ്, നേരിട്ട് പഠിപ്പിക്കുന്നത്. അടുത്ത തിങ്കൾ മുതൽ ഞായർ വരെ റെക്കോർഡും ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ശനിയാഴ്ച ലൈവ് കയറാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട്ടിലുള്ള ദിവസം. പിന്നെ ചിലപ്പോൾ ഞാനിപ്പോൾ യോഗ ഹയർ സ്റ്റഡീസ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ലൈവ് വരാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് റെക്കോർഡിൻ്റെ ക്ലാസ് ഒരിക്കലും ഒഴിവാക്കൂല. എല്ലാ ദിവസവും ഞായർ വരെ. ഇന്നലെ ഞാൻ റെക്കോർഡ് ഇട്ടിരുന്നു, ഫ്രീ ക്ലാസ്സിന് റെക്കോർഡ് ഇട്ടില്ല ഇന്നലെ ഞായറാഴ്ച. ഇന്നലെ റെക്കോർഡ്, ഇന്ന് ഞായറാഴ്ച ചെയ്യേണ്ട റെക്കോർഡ് ഫ്രീ ക്ലാസ്സിന് വിട്ടു, നമ്മുടെ പ്രൈഡ് ക്ലാസ്സിന് വിട്ടു. റെക്കോർഡ് എന്നും ഇടും, എല്ലാ ദിവസവും ഇട്ട് കൊടുക്കും. സമയം 24 മണിക്കൂർ ഓപ്പണാണ്. എപ്പോഴും വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. രാവിലെ വേണമെങ്കിൽ രാവിലെ, വൈകിട്ട് വേണമെങ്കിൽ വൈകിട്ട്, എപ്പോഴും വേണമെങ്കിലും ചെയ്യാം, ഏത് സമയവും ചെയ്യാം. 2 നേരം വേണമെങ്കിലും ചെയ്യാം. ഫുൾ ഓപ്പണാണ്. ഓക്കെ, അടുത്ത് നമ്മൾ കൂടുതലായിട്ട് ആരോഗ്യം ഫോക്കസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഇത് 1 മാസത്തെ കോഴ്സാണോ 2 മാസത്തെ കോഴ്സാണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, റെഗുലർ പ്രാക്ടീസാണ്. മനസ്സിലായില്ലേ? എനിക്ക് ജീവനുള്ള ദിവസം അത്രയും ഞാൻ പഠിപ്പിക്കും എന്ന് നമ്മൾ പറയും പോലെ. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? റെഗുലറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. 1 മാസമോ 2 മാസം കൊണ്ട് അങ്ങനെ നിർത്തുന്നതല്ല. എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടീമായിട്ട് ഒരുമിച്ച് വരും, യോഗ ചെയ്യും, പിരിയും. വീണ്ടും ഒരുമിച്ച് വരും, യോഗ ചെയ്യും, പിരിയും. കുറേ ആൾക്കാർ എന്നെ കളഞ്ഞിട്ട് പോകും, ചില ആൾക്കാർ എന്നും വരും. എന്ന് പറഞ്ഞ ആൾക്കാർ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടില്ലെങ്കിൽ വേറെ ക്ലാസ്സിന് പോകാൻ പറയും. യോഗ ചെയ്യണമെന്ന് ഞാൻ പറയും. എൻ്റെ ക്ലാസ്സിൽ വന്ന് തന്നെ എപ്പോഴും ചെയ്യണമെന്നൊന്നും ഞാൻ വിളിക്കൂല ആരും. ഞാൻ സന്തോഷത്തോടെയാണ് ഒരാൾ പോയി കഴിഞ്ഞാൽ വേറെ ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞ് വിടും. അതിൻ്റെ നമ്മുടെ മനസ്സ് നല്ലതായിട്ടിരുന്നാൽ 100 പേരെ ദൈവം കൊണ്ടുവരും. എൻ്റെ പഴയ ആൾക്കാർക്കറിയാം, മുന്നേ 5-6 പേരുണ്ടായിരുന്ന യോഗ ക്ലാസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരിലോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഹാർഡ് വർക്കാണ്, എൻ്റെ പരിശ്രമം കൊണ്ടാണ് വളർന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്കിനി ഈ ഒരു ക്ലാസ് ഒരു 300 രൂപയല്ലേ ഫീസുള്ളൂ, ഒന്ന് എല്ലാവരും അടച്ചിട്ട് ജോയിൻ ചെയ്ത് നോക്കാം. ചുമ്മാ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും. എന്തായാലും 1 മാസം ആകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ അടുത്ത മാസം വീണ്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്താൽ മതി. ഇനി എൻ്റെ ക്ലാസ് ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യാം. ഇനി വീടിൻ്റെ അടുത്ത് വല്ല യോഗ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ അതങ്ങ് ട്രെയിനർ പറയുമോ? എല്ലാവരും പറയില്ലേ, എല്ലാവരും എൻ്റെ ക്ലാസ്സിൽ വാ പൈസ ഇടയെന്നല്ലേ പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ വീടിൻ്റെ അടുത്ത് വേറെ ക്ലാസ്സിൽ പൊക്കോ, ഞാൻ അടുത്ത് വേറെ ആൾക്കാർ എനിക്ക് ദൈവം കൊണ്ടുവരും. ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. വേറൊരാൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ആ നന്മ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഫലം ദൈവം തരും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, താല്പര്യമുള്ള എല്ലാവരും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം, ഒരു റിക്വസ്റ്റാണ്. ഒരു 300 രൂപ അടച്ചൊന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. ഈ പറയുന്നതൊക്കെ തട്ടിപ്പാണോ വെട്ടിപ്പാണോ, കറക്റ്റ് ക്ലാസ് തരുമോ, നിങ്ങൾക്ക് ചെയ്തിട്ട് വല്ല മാറ്റം ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് അറിയാമല്ലോ. എന്തായാലും ഫ്രീ ക്ലാസ്സിന് വന്നു, ചെറിയൊരു ഫീസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നോക്കാം, അല്ല വീടിൻ്റെ അടുത്തൊക്കെ ക്ലാസ് ഉള്ളവർക്ക് അങ്ങനെ പോവാം. യോഗ എന്തായാലും നല്ലതാണ്, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. നിങ്ങൾ കഴിയുന്ന രീതിയിൽ മാക്സിമം യോഗ ചെയ്താൽ അതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവും, 100% റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും മാക്സിമം യോഗ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സമയം കുറച്ചായി. ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇട്ടുതരാം. ഇനി ക്ലാസ് ഒരിക്കൽ കൂടെ കേൾക്കണമെന്നുള്ളവർക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ കേൾക്കാം. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾക്കണമെന്നുള്ളവർക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ GP നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു ആഴ്ചത്തെ ഫ്രീ ക്ലാസ്സിന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരാഴ്ച നമ്മളെല്ലാവരും ടീമായിട്ട് യോഗ ചെയ്തു, വലിയ സന്തോഷം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി അല്ല ഫ്രീ ക്ലാസ്സിന് വേണ്ടി മാത്രം വന്നവരാണെങ്കിൽ അവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. അവരെന്ത് ചെയ്യുക, മാക്സിമം വേറെ നിങ്ങളുടെ അടുത്തുള്ള ക്ലാസ്സിലോ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി, സുഖമായിട്ടുള്ളൊരു അടിപൊളി ഉറക്കം ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.
സൂപ്പർ.